വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മൾ നോക്കുന്നത് റീസണിങ്ങിലെ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ക്ലോക്കും അതിനോടനുബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ക്ലോക്കിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. ഒന്ന് ആംഗിൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, അതിപ്പം ഒരു പടിയുള്ള ടൈം എടുത്തിട്ട് അതിൽ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും. പിന്നെ കൂടുതലും ചോദിച്ച് കാണുന്നത് എന്താണ്, മിറർ ഇമേജ് കാണുന്നുള്ള ഒരു കണ്ണാടിയിൽ നിന്ന് കാണിക്കുന്ന പ്രതിബിംബത്തിൽ ഏത് സമയമാണെന്ന് കാണിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടുതലും ചോദിക്കുന്നത് അത് രണ്ടുമാണ്. അതുകൂടാതെ തന്നെ ഒരു ടോപ്പിക് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ പഠിക്കുന്നത് ക്ലോക്കിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് കണ്ടുപരിചയവും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടാകത്തില്ല, എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു ക്ലോക്ക് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു മിനിറ്റ് ഹാൻഡ് ഉണ്ടായിരിക്കും, അവർ ഹാൻഡ് ഉണ്ടായിരിക്കും, പിന്നെ സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. അത് നമ്മൾ കണക്കാക്കാറില്ല. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും വെച്ചാണ് നമ്മൾ കൂടുതലും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ആദ്യം നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് ഒരു ക്ലോക്കിന്റെ കംപ്ലീറ്റ് ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 360 ഡിഗ്രി ആയിരിക്കും അല്ലെ. കംപ്ലീറ്റ് ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 360 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. അപ്പൊ ഞാൻ ഈ 360 ഡിഗ്രിയെ പല പല സെക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സെക്ടർ എന്ന് വേറെ ഒന്നുമില്ല, ഈ 12നും 1നും ഇടയിലുള്ള ഒരു സെക്ടർ. ഓക്കെ, 1നും 2നും ഇടയിൽ വേറൊരു സെക്ടർ, 2നും 3നും ഇടയിൽ ഒരു സെക്ടർ. അങ്ങനെ ഞാൻ സെക്ടർ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെക്ടർ വരും? ഒരു 12 സെക്ടർ കിട്ടും അല്ലെ. 12നും 1നിടയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എണ്ണം? 12 സെക്ടേഴ്സ് വരും. ഓക്കെ, അപ്പൊ ഈ 12 സെക്ടർ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? 12 സെക്ടർ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? 360 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഈ 360 ഡിഗ്രിയാണ് ഞാൻ ഈ പല പല സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് ഈക്വൽ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 12 ഈക്വൽ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ക്ലോക്കിലുള്ള ടൈമിനിടയിൽ ആ ഒരു ആംഗിളിനെയാണ് ഈ പറഞ്ഞ സെക്ടർ എന്ന് കേട്ടോ. ഈ ഒരു ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എന്താണ് 12 ആംഗിൾസ്. ഇവിടെ ഒരു ആംഗിൾ, അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആംഗിൾ, അങ്ങനെ 12 ഈക്വൽ ആംഗിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഡിവൈഡ് ചെയ്തു. അതിനെ ഒരു ആംഗിളിനെ അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനെ ഞാൻ എന്ത് പറഞ്ഞു? സെക്ടർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 12 സെക്ടർ ചേരുന്നതാണ് 360 ഡിഗ്രി. അപ്പൊ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ. 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ക്ലോക്കിലെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ചുറ്റുമുള്ള ഒരു റൊട്ടേഷനെ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ചുറ്റുമുള്ള ഒരു ആംഗിളിനെ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതിന് ഞാൻ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിലൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 30 ഡിഗ്രി കിട്ടി. ഓക്കെ, അത് ആദ്യത്തെ പോയിന്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ സെക്ടറും നമുക്ക് എന്താ പറയാം? 30 ഡിഗ്രി ആണെന്ന് പറയാം. 12 മുതൽ 1 വരെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ആണ്. 1നും 2നും ഇടയ്ക്കുള്ള ആംഗിൾ 30 ആണ്. 2നും 3നും ഇടയിലുള്ള ആംഗിൾ 30 ആണ്. 3നും 4നും ഇടയിലുള്ള ആംഗിൾ 30 ആണ്. അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ആംഗിളും നമുക്ക് 30 ഡിഗ്രി ആയിട്ട് ഈക്വൽ 30 ഡിഗ്രി ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അറിയുന്നത് നമ്മുടെ മിനിറ്റ് ഹാൻഡിനെ കുറിച്ചാണ്. മിനിറ്റ് ഹാൻഡ്. ഓക്കെ, മിനിറ്റ് സൂചി. നിങ്ങൾ നോക്കിയേ, മിനിറ്റ് സൂചി ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി സഞ്ചരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, മിനിറ്റ് സൂചി ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി സഞ്ചരിക്കും? നിങ്ങൾക്കറിയാം, മിനിറ്റ് സൂചി ഒരു മണിക്കൂറിൽ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 12ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എന്ത് ചെയ്യുന്നു? വീണ്ടും ആ 12ൽ വന്നെത്തുന്നു അല്ലെ. അപ്പോഴേ ഒരു മണിക്കൂർ ആവുന്നത്. നമുക്കറിയാം, മിനിറ്റ് സൂചി 12ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ 12 എത്തിയപ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അതായത് ഒരു മണിക്കൂർ സമയത്തിൽ നമ്മുടെ മിനിറ്റ് സൂചി ഈ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്നു. അതായത് ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നു? 360 ഡിഗ്രി സഞ്ചരിക്കുന്നു. ഓക്കെ, ഇനി അതിനകത്ത് അപ്പൊ 1 അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 മിനിറ്റ് ആണല്ലേ. 60 മിനിറ്റ് ചേരുന്നതെന്ന് പറഞ്ഞാൽ 1 അവർ എന്ന് പറഞ്ഞാൽ, അപ്പൊ 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. 60 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 60 മിനിറ്റിൽ എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു മിനിറ്റിൽ 360 ഡിവൈഡഡ് ബൈ 60 അല്ലെ. 360 ഡിവൈഡഡ് ബൈ 60 ആണ്. വെട്ടിപ്പോ എന്ന് കിട്ടും 6 എന്ന് കിട്ടും. ഓക്കെ, 6 എന്ന് കിട്ടും. അപ്പം ഒരു മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 6 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാക്കണം. ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു മണിക്കൂറിൽ 360 ഡിഗ്രി സഞ്ചരിക്കുന്നു. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കുന്നു. മിനിറ്റ് സൂചി. ഇനി അടുത്ത മണിക്കൂർ സൂചിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി സഞ്ചരിക്കും? നിങ്ങൾ നോക്കിയേ, മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി സഞ്ചരിക്കും? ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 മണി 2 മണി ആകുന്നു, 2 മണി 3 മണി ആകുന്നു, 3 മണി 4 മണി ആകുന്നു. ഇതാണ് ഒരു മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ മണിക്കൂർ സൂചി എന്താണ്? 1 മണിക്ക് 1ന് നേരെയായിരിക്കും. 2 മണിയാകുമ്പോൾ എന്തായിരിക്കും? 2ന് നേരെയാവും.
2 നേരെയുള്ള മണിക്കൂർ സൂചി 1 മണിക്കൂർ ഇപ്പോൾ എവിടെ വരും? 3 നേരെ വരും. അപ്പം മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ എന്താ ചെയ്യുന്നത്? ഈ ഒരു സെക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. ഈ ഒരു സെക്ടർ, ആ സെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചു? എത്രയാ? 30 ഡിഗ്രിയാണ്. അപ്പം 1 മണിക്കൂറിൽ 1 അവറിൽ എത്രയാണ്? 30 ഡിഗ്രിയാണ് ആര് സഞ്ചരിക്കുന്നത്? മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 1 മണിക്കൂറിൽ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? 60 മിനിറ്റിൽ എത്രയാണ്? 30 ഡിഗ്രി. കാരണം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ 1 മിനിറ്റ് എത്രയായിരിക്കും? അര ഡിഗ്രി ആയിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ നമുക്ക് മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുന്നത് 6 ഡിഗ്രി ആണെന്ന് അറിയാം. മണിക്കൂർ സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുന്നത് അര ഡിഗ്രി ആണെന്ന് അറിയാം. എങ്കിൽ നമുക്ക് ഇവരൊക്കെ സഞ്ചരിക്കുന്ന സമയം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ചോദിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, എക്സാമ്പിൾ ആണെങ്കിൽ 30 മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാകും? 30 മിനിറ്റിൽ എത്ര ഡിഗ്രി സഞ്ചരിച്ചു? നമുക്ക് എന്താണ്? 1 മിനിറ്റിൽ അര ഡിഗ്രി ആണെങ്കിൽ 30 മിനിറ്റിൽ എത്രയായിരിക്കും? അതിന്റെ നേരെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്, ഒരു 20 മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും? 20 മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും? നിങ്ങൾക്കറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ 20 മിനിറ്റിൽ എത്രയായിരിക്കും? 20 ഗുണം 6 എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ നമുക്ക് മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും നമുക്ക് എന്താണ് ആ സഞ്ചരിച്ച ഒരു എന്താണ് റൊട്ടേഷൻ എടുത്ത എന്താണ് സമയം പറയുവാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടൈമിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ കണ്ട പോലത്തെ ഡയറക്റ്റ് പറഞ്ഞ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കിയിട്ട് നമുക്ക് എന്താണ് മെയിൻ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലോക്കിൽ 52 മിനിറ്റ് കഴിയുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചിരിക്കും? ഓക്കെ, ഒരു ക്ലോക്കിൽ 52 മിനിറ്റ് കഴിയുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കും? അപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ നിന്ന് തുടങ്ങി 52 മിനിറ്റ് കഴിയുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാക്കി? ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1 മിനിറ്റിൽ എത്രയാണ്? 6 ഡിഗ്രി ആണ് അല്ലെ? മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ 52 മിനിറ്റിൽ എത്രയായിരിക്കും? 52 മിനിറ്റിൽ എന്ന് പറയുമ്പോൾ 52 ഗുണം 6 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 6 30 300 6 2 12 312 ഡിഗ്രി എന്ന് വരും. 312 ഡിഗ്രി എന്ന് ആൻസർ വരും. ഓക്കെ, 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ 52 മിനിറ്റ് എത്രയാണ്? 52 ഗുണം 6. നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 9:15 AM മുതൽ 9:40 AM വരെ ആകുന്ന സമയത്ത്, ഓക്കെ, 9:15 AM നിന്ന് തുടങ്ങി 9:40 AM ആകുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കും? ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡയറക്റ്റ് എത്ര മിനിറ്റ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 2 പർട്ടിക്കുലർ ടൈം തന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ അല്ലെ? നോക്കാം. 9:15 എന്ന് പറയുന്ന സമയത്ത് നിന്ന് തുടങ്ങി 9:40 ആകുമ്പോൾ എത്ര ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിച്ചെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രി 6 ഡിഗ്രി നമുക്കറിയാം. അപ്പൊ എത്ര മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഡയറക്റ്റ് ഇൻറ്റു 6 ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? 9:15 നിന്ന് തുടങ്ങി 9:40 ആകാൻ എത്ര സമയം എടുത്തു നോക്കിയാൽ മതി അല്ലെ? 15 25 35 പിന്നെ ഒരു 5 മിനിറ്റ്. എത്രയാണ്? 25 മിനിറ്റ് എടുത്തു. അതായത് 9:15 നിന്ന് 9:40 ആവാൻ എത്ര സമയം എടുക്കുന്നു? 25 മിനിറ്റ് എടുക്കുന്നു. അപ്പോൾ 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ 25 മിനിറ്റിൽ എത്രയായിരിക്കും? 25 ഗുണം 6 ആയിരിക്കും. ഓക്കെ, എത്ര വരും? 150 ഡിഗ്രി എന്ന് വരും. 25 ഗുണം 6 എടുക്കുമ്പോഴത്തേക്കും 150 ഡിഗ്രി എന്ന് വരും. അപ്പം നമുക്ക് മിനിറ്റ് സൂചി നമുക്ക് ഏതൊരു സമയം തന്നാലും ഏതെങ്കിലും 2 സമയം തന്നിട്ട് ആ സമയത്തിനുള്ളിൽ എത്ര ഡിഗ്രി സഞ്ചരിച്ചു ചോദിച്ചാൽ നമുക്ക് എന്താണ് എത്ര സമയം എടുത്താണ് സഞ്ചരിച്ചത് നിങ്ങൾ നോക്കുക. 25 മിനിറ്റ് എടുത്താണ്ട് 25 ഗുണം 6. ഇവിടെ 52 മിനിറ്റ് ആയതുകൊണ്ട് 52 ഗുണം 6 നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഗുണിക്കാൻ. അപ്പം മിനിറ്റ് സൂചി 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഇതുപോലെ തന്നെ മണിക്കൂർ സൂചിയെ കുറിച്ച് ചോദിക്കുകയാണ്. മണിക്കൂർ സൂചി ഇങ്ങനെ ചോദിക്കുന്നത്, ഒരു ക്ലോക്കിൽ 45 മിനിറ്റ് കഴിയുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ? നമുക്കറിയാം 1 മിനിറ്റിൽ അര ഡിഗ്രി പകുതിയാണ് ആര് സഞ്ചരിക്കുന്നത്? നമ്മുടെ മണിക്കൂർ സൂചിക്കുന്നത്. 1 മിനിറ്റിൽ അതിന്റെ പകുതിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 45 മിനിറ്റിൽ എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നത്? എന്താണ്? 45ന്റെ നേരെ പകുതി എടുത്താൽ മതി അല്ലെ? 45ന്റെ നേരെ പകുതി എടുത്താൽ 44 ആണെങ്കിൽ 22 എന്നറിയാലോ നമുക്ക്. 22.5 ഡിഗ്രി എന്നാകും. ഓക്കെ, ഏതൊരു സമയം തന്നാലും എന്ത് ചെയ്യുക? അതിന്റെ നേരെ പകുതി എടുത്താൽ മതി. ആരെ കിട്ടും നമുക്ക്? നമ്മുടെ മണിക്കൂർ സൂചിയുടെ ഡിഗ്രി കിട്ടും. അത് മിനിറ്റിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അര ഡിഗ്രി ആണെങ്കിൽ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 22.5 ഡിഗ്രി. 50 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി. അങ്ങനെ നമുക്ക് എത്ര മിനിറ്റ് എന്നാലും നമുക്ക് എന്താണ് അതിന്റെ നേരെ പകുതി എടുക്കുമ്പോൾ എന്തായി? മണിക്കൂർ സൂചി സഞ്ചരിച്ച ആംഗിളായി അല്ലെങ്കിൽ ആ ഒരു അളവായി. ഓക്കെ, അപ്പൊ മണിക്കൂർ സൂചിയുടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 4:15 AM മുതൽ 7:20 AM വരെ ആകുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കും? ഓക്കെ, അവിടെ നേരത്തെ നമ്മൾ മിനിറ്റ് സൂചിയുടെ കണ്ട പോലെ തന്നെ ഇവിടെ മണിക്കൂർ സൂചി നമുക്ക് ടൈം തരുവാണ്. 4:15 AM ടു 7:20 AM. ഓക്കെ, അപ്പൊ നമുക്കറിയാം
1 മിനിറ്റിൽ അര ഡിഗ്രി അല്ലെങ്കിൽ പകുതി ഡിഗ്രിയാണ് നമ്മൾ കണ്ടു അല്ലെ മണിക്കൂർ സൂചി. ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇവിടെ നിന്ന് ഈ ഒരു സമയത്ത് നിന്ന് ഈ ഒരു സമയം വരെ എത്ര മിനിറ്റ് കഴിഞ്ഞാണ് വരുന്നത് നോക്കിയിട്ട് അതിന്റെ നേരെ പകുതിയുടെ നമുക്ക് ആൻസർ ആയി. പക്ഷേ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 4:04 മുതൽ 7:20 വരെയാണ് അല്ലെ. 4:04 മുതൽ 7:20 എന്ന് പറയുമ്പോഴത്തേക്കും 4:04 മുതൽ 5:04, 6:04, 7:04 അവിടെ ഒരു 3 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. 3 മണിക്കൂർ പിന്നെ എന്താണ് ഒരു 5 മിനിറ്റും. ഇവിടുത്തെ ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറും 5 മിനിറ്റുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിറ്റിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്താണ് മിനിറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടും, 3 അവർ ആകുമ്പോഴത്തേക്കും 1 അവറിൽ 60 മിനിറ്റ് വെച്ച് നമുക്ക് എന്താണ് 60 × 180 പിന്നെ പ്ലസ് 180 മിനിറ്റ് എന്ന് പറഞ്ഞെടുക്കാം. അതിന്റെ പകുതി എടുത്താലും മതി. ഇല്ല എങ്കിൽ 3 മണിക്കൂറും 5 മിനിറ്റും ആണല്ലോ. നമുക്കറിയാം 1 മിനിറ്റിൽ അര ഡിഗ്രിയാണ്. അത് കൂടാതെ നമ്മളൊരു കാര്യം പഠിച്ചു, 1 മണിക്കൂറിൽ എത്ര ഡിഗ്രി സഞ്ചരിക്കും, 30 ഡിഗ്രി സഞ്ചരിക്കും നമ്മൾ പറഞ്ഞു. ഒരു സെക്ടർ ആണ് കവർ ചെയ്യാൻ നമ്മൾ പറഞ്ഞത് മണിക്കൂർ സൂചിയിൽ. അപ്പം 1 മണിക്കൂറിൽ 30 ഡിഗ്രി ആകുമ്പോൾ 3 മണിക്കൂറിൽ എത്രയായിരിക്കും, 3 × 30 പ്ലസ് 5 മിനിറ്റിൽ 1 മിനിറ്റിൽ അര ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് എന്തായിരിക്കും, 5ന്റെ നേരെ പകുതി എത്രയാണ്, 2.5. അപ്പൊ 3 × 30 എത്രയാണ്, 90. 90 പ്ലസ് 2.5 എത്ര കിട്ടും, 92.5 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം എന്താ ചോദിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ടൈം തന്നിട്ട് നമ്മുടെ മിനിറ്റ് സൂചി മണിക്കൂർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം വളരെ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തുടങ്ങാം. 4 മണി ആകുമ്പോൾ, 4 മണി, ഓക്കെ, അത് 4 AM or 4 PM ഏത് സമയം ആയിക്കോട്ടെ, 4 മണി ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കും. നമുക്കിത് ഡയഗ്രാമിലൂടെയും ചെയ്യാം, ഇക്വേഷൻ വൈസും ചെയ്യാം. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഡയഗ്രാം വെച്ച് ചെയ്യാം, എന്നിട്ട് ഇക്വേഷനെ പറഞ്ഞുതരാം. ഓക്കെ, 4 മണി ആകുന്ന സമയത്ത് എന്താണ് ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്, ആംഗിൾ ഡിഫറൻസ് ആണ്. ഞാൻ 4 മണി വരയ്ക്കുകയാണ്. 12, 1, 2, 3, 4, 5, 6. ഞാൻ മുഴുവൻ വരയ്ക്കുന്നില്ല, 7, 8. ഓക്കെ, 4 മണി എന്ന് പറഞ്ഞ സമയമല്ലേ. 4 മണിയാകുമ്പോൾ എന്താ നമുക്കറിയാം, മിനിറ്റ് സൂചി എന്തായാലും ഇവിടെ ആയിരിക്കും, നമ്മുടെ 12ന് നേരെ ആയിരിക്കും. 4 മണിയാണ്, 4 മണിയാകുമ്പോൾ 12ന് നേരെ ആയിരിക്കും എന്ത് ചെയ്യാം, നമ്മുടെ മിനിറ്റ് സൂചി ആയിരിക്കാം. മണിക്കൂർ സൂചി എവിടെ ആയിരിക്കും, നമ്മുടെ 4ന് നേരെ ആയിരിക്കും. ഓക്കെ, കൃത്യമായിട്ടുള്ളൊരു സമയമാകുമ്പോൾ 4 മണിയാകുമ്പോൾ നമ്മൾ എന്താണ് മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എന്താണ് 12ന് നേരെയും. 4 മണി എന്ന് പറയുമ്പോൾ 4 മണിയുടെ മണിക്കൂർ സൂചി എവിടെ ആയിരിക്കും, 4ന് നേരെ ആയിരിക്കും. കൃത്യമായിട്ട് അവർക്ക് ആ നമ്പേഴ്സിന് നേരെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, നമുക്കറിയാം ഇതിനകത്ത് എത്ര സെക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കുക. നോക്കിയേ, 12നും 1നും ഇടയിലുള്ള സെക്ടർ നമ്മുടെ ഉണ്ട്, 1നും 2നും ഇടയിലുള്ള സെക്ടർ ഇതിനകത്തുണ്ട്, 2നും 3നും ഇടയിലുള്ള സെക്ടർ ഉണ്ട്, 3നും 4നും ഇടയിലുള്ള സെക്ടർ നമ്മുടെ കയ്യിലുണ്ട്. കംപ്ലീറ്റ് സെക്ടേഴ്സ് ആണ് ഇവിടെ കിടക്കുന്നത് അല്ലെ, കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30, അങ്ങനെ 4 സെക്ടേഴ്സ് അല്ലെ. അപ്പൊ ഒരു സെക്ടർ 30 ആകുമ്പോൾ 4 × 30 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 120 ഡിഗ്രി നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ടൈം തന്നിട്ട് നമുക്ക് എന്താണ് ആ ടൈമിലുള്ള ആംഗിൾ ആണ് ചോദിക്കുന്നത്. മിനിറ്റ് ആൻഡ് മണിക്കൂർ നമ്മൾ എന്താണ് ആംഗിൾ ആണ് ചോദിക്കുന്നത്. നമുക്ക് എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 മണിയാകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് ചെയ്യുന്നത്. ഓക്കെ, 10 മണി. അപ്പൊ നമുക്ക് നോക്കാം 10 മണി എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ക്ലോക്ക് വരയ്ക്കുകയാണ്. 10 മണി എന്ന് പറഞ്ഞ സമയം അപ്പൊ എങ്ങനെയായിരിക്കും, നമ്മുടെ മിനിറ്റ് എൻ്റെ എവിടെ തന്നെ ആയിരിക്കും, മിനിറ്റ് സൂചി തന്നെ ആയിരിക്കും. മണിക്കൂർ സൂചി എവിടെ ആയിരിക്കും, 10ന് നേരെ ആയിരിക്കും അല്ലെ, 10ന് നേരെ ആയിരിക്കും. ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എന്തായിരിക്കും, ആംഗിൾ റെപ്പ് ഏതായിരിക്കും, ഏറ്റവും ചെറിയ സൈഡാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ, ഏറ്റവും ചെറിയ സൈഡാണ് നമ്മൾ എടുക്കുന്നത്. നോർമലി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെയും ആംഗിൾ ഉണ്ട്, ഇവിടെയും ആക്ച്വലി ആംഗിൾ ഉണ്ട് അല്ലെ, ഇതൊരു ആംഗിൾ തന്നെയാണ്. പക്ഷെ ഇതിനെ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്സ് ആംഗിൾ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ, റിഫ്ലക്സ് ആംഗിൾ എന്നാണ് പറയുന്നത്. നോർമൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, നോർമൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 10 മണി എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് എത്ര സെക്ടർ ഉണ്ടെന്ന് നോക്കിയേ, 10നും 11നും ഇടയിലുള്ള സെക്ടർ ഉണ്ട്, 11നും 12നും ഇടയിലുള്ള സെക്ടർ ഉണ്ട്, 2 സെക്ടർ ഉണ്ട് അല്ലെ. 2 × 30 എത്ര കിട്ടും, 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ആംഗിൾ ആണ് എടുത്ത് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് എത്ര സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ചില ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്താണോ അപ്പുറത്താണോ ഡൗട്ട് വരും. ഓക്കെ, അത് കുഴപ്പമില്ല, കാര്യമാക്കേണ്ട ആവശ്യമില്ല. അത് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ അടിക്കാൻ പറ്റും. കാരണം ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സെക്ടർ വരുന്നുണ്ട് അല്ലെ, 10 സെക്ടർ. അപ്പൊ 10 സെക്ടർ ആവും. 10 സെക്ടർ എന്ന് പറയുമ്പോൾ ഒരു സെക്ടർ 30 ആകുമ്പോൾ എത്രയാണ്,
300 ഡിഗ്രി ആയി അല്ലെ, 300 ഡിഗ്രി ആയി. ആക്ച്വലി നമുക്ക് കിട്ടേണ്ട അളവ് 60 ഡിഗ്രിയാണ്. 300 ഡിഗ്രി നിങ്ങൾ ഓപ്ഷനിൽ കാണത്തില്ല. ഓക്കെ, അപ്പം 180നേക്കാൾ ഉയർന്ന ഒരു ആംഗിൾ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഇപ്പൊ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് 180നേക്കാൾ വലുതായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് 180നേക്കാൾ ഉയർന്ന ആംഗിളാണ് കിട്ടുന്നതെന്ന് വെക്കുക. കാരണം 180നേക്കാൾ ഉയർന്ന ഒരു ആംഗിളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനുള്ള ആൻസർ ഇട്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയ ആംഗിളിൽ എന്ത് ചെയ്യുക, 360 നിന്ന് മൈനസ് ചെയ്യുക. അതിപ്പോൾ എത്ര ആംഗിൾ കിട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 360 നിന്ന് മൈനസ് ചെയ്യുക. എത്ര കിട്ടും നോക്കിയേ, 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആംഗിൾ എടുക്കുന്ന മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. 180നേക്കാൾ കൂടിയൊരു ആംഗിൾ ഇട്ടാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആ 180നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 360 നിന്ന് മൈനസ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഒരു കൃത്യമായ സമയം തന്നെ നമുക്ക് എന്താണ് ഈ പറഞ്ഞൊരു മെത്തേഡിൽ നമുക്ക് എന്താണ് സെക്ടേഴ്സ് എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ആൻസർ, എത്ര സെക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് മൾട്ടിപ്ലൈ നമുക്ക് ഒരു സെക്ടർ 30 ആണെന്ന് നമുക്കറിയാം. ആ സെക്ടർ എത്ര സെക്ടർ ഉണ്ടോ നോക്കിയിട്ട് കംപ്ലീറ്റ് സെക്ടേഴ്സ് എത്ര വേണം നോക്കിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ എടുത്താൽ മതി. ഓക്കെ, ഇനി ഇതല്ലാണ്ട് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് ഇംപ്രോപ്പർ അല്ല, ഒരു പ്രോപ്പർ അല്ലാത്തൊരു ടൈം, ഇപ്പം 4 മണി 5 മണി കൃത്യമായിട്ട് പറയുന്ന ടൈം അല്ലാണ്ട് വ്യത്യസ്തമായിട്ട് മിനിറ്റിൽ വരുന്ന ഒരു ടൈം കൂടെ വരുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് 2 മെത്തേഡ് ഇവിടെ പറയാം. ഒരു എന്താണ് നമ്മുടെ ഈ പറയുന്ന സെയിം നമ്മുടെ ഡയഗ്രാം യൂസ് ചെയ്യുന്ന മെത്തേഡ്, ലോജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡും ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം നോക്കിയേ, ഒരു ക്ലോക്കിലെ സമയം 1:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 1:20 സമയമാണ് നമുക്ക് വേണ്ടത്. ബാക്കി ക്വസ്റ്റ്യൻ എല്ലാം ഒരേ സ്ട്രക്ചറിൽ തന്നെയാണ് കിടക്കുക നമുക്ക്. ഓക്കെ, 1:20 എന്ന് പറയുന്ന സമയമാണ്. നമ്മൾ ഇത് ക്ലോക്കിലോട്ട് വരയ്ക്കുകയാണ്. 1:20 എന്ന് പറഞ്ഞ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോക്കിലോട്ട് വരയ്ക്കുന്നു. ഫുൾ വരയ്ക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇത്രയും മാത്രം വരയ്ക്കുന്നു. 1:20 ആണ്. നമുക്കറിയാം 1:20 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, മിനിറ്റ് സൂചി എവിടെയായിരിക്കും, 4ന് നേരെയായിരിക്കും. 1:20 എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചി എവിടെയായിരിക്കും, 4ന് നേരെയായിരിക്കും. മണിക്കൂർ സൂചി എവിടെയായിരിക്കും, 1-ലായിരിക്കുമോ? ഇല്ല അല്ലെ. കാരണം എന്താ, മണിക്കൂർ സൂചി 1-ലാവുന്നത് എപ്പോഴാണ്, 1 മണി എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ്. അവിടെ നിന്ന് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, ½ ഡിഗ്രി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എന്താണ്, 1-നും 2-നും ഇടയിലായിരിക്കും ആര്, നമ്മുടെ മണിക്കൂർ സൂചി. 1:20 എന്ന് പറയുന്ന സമയത്ത് 1 കഴിഞ്ഞ് എന്തിനുണ്ടായിരിക്കും, നമ്മുടെ മണിക്കൂർ സൂചി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സെക്ടേഴ്സ് വരത്തില്ല അല്ലെ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കംപ്ലീറ്റ് സെക്ടർ നമുക്ക് പറയാം, 4-നും 3-നും ഇടയിൽ ഒരു കംപ്ലീറ്റ് സെക്ടർ പറയാം. അതുപോലെ 3-നും 2-നും ഇടയിൽ ഒരു കംപ്ലീറ്റ് സെക്ടർ പറയാം. ഈ 2 കംപ്ലീറ്റ് സെക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഈ സെക്ടറും ഉണ്ട്, ഈ സെക്ടറും ഉണ്ട്. അപ്പൊ അത് നമുക്കറിയാം എന്താണ്, 2 സെക്ടർ ചിലപ്പോൾ എന്താണ് 2 × 30 എത്ര കിട്ടും, 60 എന്ന് കിട്ടും. കഴിഞ്ഞില്ല അല്ലെ. എന്താ, ഈ ഒരു ആംഗിളും കൂടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാറുണ്ട്, ഈ ഒരു ആംഗിളൂടെ കണ്ടുപിടിക്കാറുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, ജസ്റ്റ് വലുതാക്കി വരയ്ക്കുകയാണ്. 1, 2 ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ മണിക്കൂർ സൂചി നിൽക്കുകയാണ്. ഞാൻ ആ സെക്ടർ കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്ന സെക്ടർ അല്ലെങ്കിൽ 1, 2 സെക്ടർ ഞാൻ കംപ്ലീറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, എനിക്ക് ഈ കംപ്ലീറ്റ് സെക്ടർ എത്രയാണെന്ന് അറിയാം, 30 ഡിഗ്രി എന്നറിയാം. അതെനിക്കറിയാം. ഒരു കംപ്ലീറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാം, എനിക്ക് 30 ഡിഗ്രി എന്നറിയാം. എനിക്ക് ഇതിന്റെ കൂടെ എനിക്ക് ഈ ഒരു ആംഗിളും എനിക്കറിയാം, കാരണം എന്താ, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 1 മണിയിൽ നിന്ന് മണിക്കൂർ സൂചി അല്ലെ, 1 മണിക്ക് ഒന്നിന് നേരെ നിൽക്കുന്ന മണിക്കൂർ സൂചി 20 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ആ ഒരു കോണളവാണ് ഈ പറയുന്ന അളവ് അല്ലെങ്കിൽ ഈ പറയുന്ന കോണം. ഓക്കെ, 1 മണിക്ക് എവിടെയാണ് നിൽക്കുന്നത്, 1 മണിക്ക് നമ്മുടെ 1-ന് നേരെയായിരിക്കും നമ്മുടെ മണിക്കൂർ സൂചി ഇരിക്കുക. 1:20 ആയപ്പോൾ മണിക്കൂർ സൂചി ഇവിടെ വന്നു. എന്താ മീൻ ചെയ്യുന്നത്, ആ 20 മിനിറ്റിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചു. ആ ദൂരം സഞ്ചരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത്. നമ്മളറിയാം മണിക്കൂർ സൂചി 20 മിനിറ്റിൽ എത്ര ഡിഗ്രി സഞ്ചരിക്കും, 10 ഡിഗ്രി അല്ലെ, നേരെ പകുതി. ഓക്കെ, 10 ഡിഗ്രി. അപ്പൊ ഇത് 10 ആണെങ്കിൽ നമുക്ക് നോക്കി, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഈ പറയുന്ന ആംഗിളാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ടതാണ് ഈ ആംഗിളാണ്, ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്താണ്, ഈ ആംഗിളാണ് വേണ്ടത്. ഈ ആംഗിൾ എത്രയാണെന്ന് നോക്കിയേ, മൊത്തം 30, ഇത്രയും 10 ആണെങ്കിൽ എത്രയായിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 20 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 60ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 20 കൂട്ടി നമുക്ക് എത്ര കിട്ടും, 80 ഡിഗ്രി നമുക്ക് ആൻസർ വരും. അപ്പൊ ഈ ഒരു കോണളവ് എന്ന് പറഞ്ഞാൽ ഈ 1:20 എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നമ്മുടെ കോണളവ് എത്രയാണ്, 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എങ്ങനെ വെച്ച് നോക്കാം. ഓക്കെ, ഇക്വേഷൻ എങ്ങനെ വെച്ചാൽ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, 30h - 11/2 m മോഡുലസ്. ഓക്കെ, മോഡുലസ്. എന്തിനാ മോഡുലസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ ചിലപ്പോൾ നെഗറ്റീവിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പോസിറ്റീവ് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡുലസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആംഗിൾ 180നേക്കാൾ കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 180നേക്കാൾ കൂടിയ ഒരു ആംഗിൾ ഇട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 360 ആംഗിൾ അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ചെയ്യുന്ന 2-3 ടൈം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡയഗ്രാം മെത്തേഡിലും ചെയ്യാം, ഇക്വേഷൻ മെത്തേഡിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം എങ്ങനെ ചെയ്യാം.
30 ഇൻറ്റു എച്ച് എന്തായിരിക്കും? മണിക്കൂറിനല്ലേ ഉദ്ദേശിക്കുന്നത്? 1 മണി അല്ലെ? 1 മണി 1 മൈനസ് 11/2 ഇൻറ്റു എം എന്തായിരിക്കും? മിനിറ്റ് ആയിരിക്കും. എത്ര മിനിറ്റാ? 20 മിനിറ്റ്. ഓക്കെ, ഇൻറ്റു 20 നോക്കാം. 30 മൈനസ് 2 20 വെട്ടിപ്പോൾ എത്രയാണ്? 10 ആണ്. 10 ഗുണം 11 എത്രയാണ്? 110. എത്ര വരും നോക്കിയാൽ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 110 നിന്ന് 30 കുറയ്ക്കുക. എത്ര വരും? 110 നിന്ന് 30 കുറയ്ക്കുമ്പോഴത്തേക്കും 80 കിട്ടും. മൈനസ് 80 കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? ഒരു മോഡലസ് എടുക്കുക. ആൻസർ എത്ര കിട്ടും? 80 കിട്ടും. 80 ഡിഗ്രി ആൻസർ വരും. ഓക്കെ, കറക്റ്റ് അതേ ആൻസർ വന്നില്ലേ? ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു സമയം കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം പറയുന്ന സമയമെല്ലാം നമ്മൾ എന്താണ്? 2 മെത്തേഡിൽ നമ്മൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ സമയമായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്ന സമയം 4:45. ഓക്കെ, 4:45. അപ്പൊ 4:45 എന്ന് പറയുന്ന സമയം ഞാൻ ക്ലോക്കിലോട്ട് വരയ്ക്കുകയാണ്. അപ്പൊ 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്താണ്? എന്റെ മിനിറ്റ് ഹാൻഡ് എവിടെ ആയിരിക്കും? 9 നേരെ ആയിരിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് എനിക്കറിയാം എന്താണ്? 9 നേരെ ആയിരിക്കും. ഓക്കെ, 4:45 ആണ്. അപ്പം എന്റെ മണിക്കൂർ സൂചി എവിടെയായിരിക്കും? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മണിക്കൂർ സൂചി 4-നും 5-നും ഇടയിലായിരിക്കും. ഓക്കെ, 4-നും 5-നും ഇടയിലായിരിക്കും. ഓക്കെ, ഇടയിലായിരിക്കും. ഈ കൃത്യമായിട്ട് നോക്കിയാൽ ഇടയിലായിരിക്കും. നമുക്ക് നോക്കാം. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് നോക്കാം എത്ര കംപ്ലീറ്റ് സെക്ടേഴ്സ് ആണ് നോക്കിയേ. ഇവിടെ ഒരു കംപ്ലീറ്റ് സെക്ടർ ഉണ്ട്. 1 2 3 4 4 കംപ്ലീറ്റ് സെക്ടേഴ്സ് വരുന്നുണ്ട്. എവിടെയാണ്? 9-നും 8-നും ഇടയിൽ, 8-നും 7-നും ഇടയിൽ, 7-നും 6-നും ഇടയിൽ, 6-നും 5-നും ഇടയിൽ. 5-നും 4-നും എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്? ഇതിന്റെ ഇടയിലാണ് ഇരിക്കുന്നത് മണിക്കൂർ സൂചി അല്ലേ? പിന്നെ നമുക്ക് എന്ത് വേണ്ടത്? ഈ ഒരു ആംഗിളൂടെയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. ഇപ്പൊ 1 2 3 4 കംപ്ലീറ്റ് സെക്ടർ. അപ്പം 4 ഗുണം എത്രയാണ്? 30. ഒരു സെക്ടർ 30 ആകുമ്പോഴത്തേക്കും 4 ഗുണം 30 120 എന്ന് വരും. ഓക്കെ, 120 കഴിഞ്ഞില്ല. ഇനി ഒരു ഈ ആംഗിളാണ് വേണ്ടത് അല്ലെ? നമുക്കറിയാം കംപ്ലീറ്റ് സെക്ടർ എത്രയാണ്? 30 ഡിഗ്രി ആണ്. ഇത് അറിയാം നമുക്ക്. കാരണം എന്താണ്? 45 മിനിറ്റിൽ നമ്മുടെ മണിക്കൂർ സൂചി സഞ്ചരിച്ച ആംഗിളാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ നമ്മൾ എന്താണ്? 45-ന് നേരെ പകുതി അല്ലെ? 40-ന് നേരെ പകുതി ആകുമ്പോൾ എത്രയാണ്? 45 44 22 22.5. അപ്പൊ ഇത്രയും 22.5 ആണ്. മൊത്തം 30 ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 30-ന്ന് 22.5 മൈനസ് ചെയ്യുന്നതായിരിക്കും. എത്ര വരും? 7.5 ഡിഗ്രി എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 120 പ്ലസ് 7.5 ഡിഗ്രി. സോറി 120 പ്ലസ് 7.5 ഡിഗ്രി എത്ര വരും? നമുക്ക് 127.5 ഡിഗ്രി നമുക്ക് എന്ത് വരും? ആൻസർ വരും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കാം. 30h മൈനസ് 11/2 എം അല്ലെ? മോഡുലസ് ഉണ്ട്, അത് അവസാനം ഇട്ടാൽ ഇട്ടില്ലേലും കുഴപ്പമില്ല. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കിയാൽ മാത്രം മതി. എച്ച് എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മുടെ മണിക്കൂറാണ് 4. 30 ഇൻറ്റു 4 മൈനസ് എന്ത് വരും? 11/2 ഇൻറ്റു 45. ഓക്കെ, നമുക്ക് നോക്കാം. 4 ഗുണം 30 എത്ര? 120 വരും. 120 മൈനസ്. ഓക്കെ, 120 മൈനസ്. ആദ്യം നമ്മൾ 11-ന് 45 ഗുണിക്കുക. എളുപ്പത്തിന് ചെയ്യണം. 11-ന് 40 ഗുണിക്കുമ്പോൾ എന്ത് വരും? 5 5 4 9 4 495 ഡിവൈഡ് ബൈ എത്ര വരും? 2 വരും. ഓക്കെ, ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. ഡിവൈഡ് ബൈ 2 നോക്കിയാൽ എളുപ്പമാണ് അല്ലേ? ഇരട്ടി എടുത്തിട്ട് എന്താണ് ഒരു പോയിന്റ് ആയിട്ടാലും മതി. ഇല്ലെങ്കിൽ നമുക്ക് എന്താ? 120 മൈനസ് 2 2 4 4 2 8 15 7 2 14.5 495-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 247.5 നമുക്ക് കിട്ടും. 120 മൈനസ് 247.5 എന്ത് ചെയ്യാ? വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇവിടെ എത്ര വരും? മൈനസ് 127.5 ഡിഗ്രി. ഓക്കെ, ആ മൈനസിനെ അങ്ങ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 127.5 ഡിഗ്രി നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസറിന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമുക്ക് സെയിം ആൻസറിന് കിട്ടും. ഏതാണോ എളുപ്പം ആ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു സമയം നോക്കാം. അടുത്ത സമയം നോക്കിയാൽ 10:35. ഓക്കെ, 10:35 സെയിം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടൈം വരയ്ക്കുകയാണ്, ക്ലോക്കിൽ വരയ്ക്കുകയാണ്. 12 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, 10:35 ചെറിയ വ്യത്യാസം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കുലർ മെത്തേഡിൽ ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നോർമൽ ഇക്വേഷൻ ആകുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ തന്നെ ഇട്ട് പോയാൽ മതി കേട്ടോ. 10:35 ആകുമ്പോൾ നമുക്കറിയാം 35 ആകുമ്പോൾ നമ്മുടെ മിനിറ്റ് സൂചി എവിടെയായിരിക്കും? നമ്മുടെ 7-ന് നേരെ ആയിരിക്കും. അത് പ്രശ്നമില്ല. മിനിറ്റ് സൂചി എപ്പോഴും എന്തായിരിക്കും? 35 ആകുമ്പോൾ 7-ന് നേരെ ആയിരിക്കും. ഇനി നമ്മുടെ മണിക്കൂർ സൂചി എവിടെയായിരിക്കും? 10-നും 11-നും ഇടയിലായിരിക്കും അല്ലെ? 10-നും 11-നും ഇടയിലായിരിക്കും. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. 10-നും 11-നും ഇടയിലായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഏകദേശം. ഓക്കെ, ഈ ലൈനിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് സെക്ടേഴ്സ് നോക്കുന്നത്. കംപ്ലീറ്റ് സെക്ടേഴ്സ് എന്തുണ്ട്? 1 2 3 കംപ്ലീറ്റ് സെക്ടർ ഉണ്ട് അല്ലെ? 1 2 3 കംപ്ലീറ്റ് സെക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? 3 ഗുണം എത്രയാ? 30 എത്ര വരും? 3 9 90 ഡിഗ്രി എന്ന് വരും. കഴിഞ്ഞില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ട്? ഈ ഒരു ആംഗിളും കൂടെ ഉണ്ട്.
ഈ ഒരു ആംഗിൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഈ ആംഗിൾ കൃത്യമായി നോക്കണം. ഈ ആംഗിൾ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്തതല്ല, വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 മണി അല്ലേ, ഇത് 10 മണി. 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സഞ്ചരിച്ച ആംഗിളാണിത് അല്ലേ. നമ്മൾ നേരത്തെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളായിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് അതേ ആംഗിളാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ സൂക്ഷിച്ച് കൃത്യമായി മനസ്സിലാക്കി എടുക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു എന്താണ് 10ന്റെ ഈ 35ന്റെ പകുതി എടുത്തിട്ട് നമ്മൾ കുറയ്ക്കില്ല. കാരണം എന്താ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതേ ആംഗിളാണ്. കാരണം നോക്കിയാൽ നിങ്ങൾ ഈ 10 മണിക്ക് ഇതായിരുന്നു ഇവിടെ ഇരുന്നത് അല്ലേ. അവിടെ നിന്ന് എന്താണ് 35 മിനിറ്റ് കഴിയുമ്പോൾ പോയ സ്ഥലമായത്. ഈ ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടത്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 35ന്റെ നേരെ പകുതിയാണ്. 35ന്റെ നേരെ പകുതി 90 പ്ലസ് 35ന്റെ പകുതി എത്ര വരും? 30 40 15 ആണ്. 34 ആണെങ്കിൽ 17 ആണ്. 17.5 എന്ന് വരും അല്ലേ. 17.5 അപ്പോൾ എത്ര കിട്ടും? 90 100 107.5 ഡിഗ്രി നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇക്വേഷനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 30 ഇൻറ്റു എച്ച് അല്ലേ എത്രയാ 10 മൈനസ് എത്രയാണ് 11/2 ഇൻറ്റു എത്ര കിട്ടും? 35 എന്ന് കിട്ടും. ഓക്കെ, 30 ഗുണം 10 എത്രയാണ്? 300 മൈനസ് 11/2 ഇൻറ്റു 35. അപ്പം 35 11 ആദ്യം ചെയ്യാം അല്ലേ. 5 5 3 8 385/2. ഓക്കെ, 300 മൈനസ് ഇതിന്റെ പകുതി എടുക്കുമ്പോൾ എത്ര വരും? 1 2 2 18 9 2 18 2 2 4 192.5 എന്ന് വരും. 300 192.5 കുറയ്ക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 7.5 ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പം 100 ആവും, 200 ആവും. അപ്പം ബാക്കി 300 ആണുള്ളത്. സോറി, 107.5 ഡിഗ്രി നമുക്ക് എന്ത് കിട്ടും? ഇത് കുറയ്ക്കുമ്പോൾ കിട്ടും. അതിന് എവിടെ കിട്ടിയ? അപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. എവിടെയെങ്കിലും ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആംഗിൾ വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ കൂടുതൽ വരാം, 180 കൂടുതൽ വരാം. അങ്ങനെയാണെങ്കിൽ 360 കുറച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടൈം കൂടെ നോക്കാം. 9:20 എന്നുള്ള സമയമാണ്. ഓക്കെ, ക്ലോക്ക് ആയിരിക്കും 12 1 2 3 4 5 7 8 9 10 11. ഓക്കെ, 9:20 ആണ്. 9:20 നമ്മൾ നോക്കിയേ. 9:20 നമുക്ക് 20 ആയതുകൊണ്ട് നമുക്കറിയാം എന്താണ്, മിനിറ്റ് സൂചി എവിടെ ആയിരിക്കും? 4 നേരെ ആയിരിക്കും. മിനിറ്റ് സൂചി 4 നേരെ ആയിരിക്കും. അതുപോലെ 9:20 ആയതുകൊണ്ട് 9 മണി കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും അല്ലെ. 9നും 10നും ഇടയ്ക്കായിരിക്കും ആര് വരിക? മണിക്കൂർ സൂചി വരിക. ഓക്കെ, കംപ്ലീറ്റ് സെക്ടർ നോക്കുമ്പോൾ എത്രയാണ്? 1 2 3 4 5 കംപ്ലീറ്റ് സെക്ടർ ഉണ്ട് അല്ലേ. 1 2 3 4 5 1 2 3 4 5 കംപ്ലീറ്റ് സെക്ടേഴ്സ് വരുന്നുണ്ട് അല്ലേ. 4നും 5നും ഇടയിൽ, 5നും 6നും ഇടയിൽ, 6നും 7 7നും 8 8നും 9. കാരണം 1 ശേഷം നമുക്ക് എന്തുണ്ട്? ഈ ഒരു ആംഗിൾ കൂടെ ഉണ്ട്. തൊട്ട് മുന്നേ കണ്ട ക്വസ്റ്റ്യൻ പോലെയാണ് അല്ലേ. ഇവിടെ അപ്പോൾ 1 2 3 4 5 ആംഗിൾ. അപ്പോൾ 5 ഗുണം എത്രയാണ്? 30 ഡിഗ്രി. എത്രയാണ്? 150 ഡിഗ്രി എന്ന് വരും. കഴിഞ്ഞില്ല, ഈ ഒരു ആംഗിൾ കൂടെ ഉണ്ട് അല്ലേ. ഈ ഒരു ആംഗിൾ കൂടെ ഉണ്ട്. അവിടെ എത്ര വരും നോക്കിയാൽ നിങ്ങൾ? നമുക്കറിയാം 9 മണിക്ക് എന്താണ് നമ്മുടെ മണിക്കൂർ സൂചി ഇവിടെയാണ്. അവിടെ നിന്ന് ഈ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇത്രയും സഞ്ചരിച്ചത്. ആ സഞ്ചരിച്ച ആംഗിളാണ് വേണ്ടത്. എത്രയാണ്? 20ന്റെ പകുതി എത്രയാണ്? 10 ഡിഗ്രി ആയിരിക്കും. അപ്പം 150 പ്ലസ് എത്ര വരും? 10 വരും. എത്ര വരും? 160 ഡിഗ്രി നമുക്ക് ആൻസർ വരും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇക്വേഷൻ ആവുമ്പോൾ നോക്കാം. 30h അപ്പൊ 30 ഇൻറ്റു h എത്രയാണ്? 9 അല്ലേ. 9 മൈനസ് 11/2 ഇൻറ്റു എന്ത് വരും? m വരും. എത്രയാ? 20. ഓക്കെ, അപ്പൊ 9×3 27 270 മൈനസ് 11/2 ഇൻറ്റു 20 എത്രയും 10 വരും. 110 എന്ന് വരും അല്ലെ. 110 270 മൈനസ് 110 വരും. എത്ര വരും? 160 തന്നെ കിട്ടും. അവിടെ 160 ഡിഗ്രി തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു സമയം തന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചി നമ്മളെ ആംഗിൾ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്, കോൺ അളവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ടൈം ഇടയിൽ, അല്ലെങ്കിൽ ഇപ്പം 8നും 9നും ഇടയിൽ, അല്ലെങ്കിൽ 4നും 5നും ഇടയിൽ, അല്ലെങ്കിൽ 3നും 4നും ഇടയിൽ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സമയത്തിനിടയിൽ നമ്മുടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 0 ഡിഗ്രിയിൽ വരുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ അളവ് എപ്പോഴുണ്ടാകുന്നു, അല്ലെങ്കിൽ 90 ഡിഗ്രി ഉണ്ടാക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ നമുക്ക് എല്ലാത്തിനും ഒരു കോമൺ സ്ട്രക്ചറിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. കോമൺ സ്ട്രക്ചറിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഒരൊറ്റ നമ്പർ മാത്രം നിങ്ങൾ മൈൻഡിൽ ഓർത്താൽ മതി. അത് ഓർത്ത് നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ പോകാം. ഓക്കെ, ക്വസ്റ്റിലൂടെ തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റനായിട്ട് ചെയ്ത് നോക്കാം. അതായത് ഈ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 0 ഡിഗ്രി അതായത് മിനിറ്റ് ആൻഡും അവർ ആൻഡ്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലോക്ക് വരച്ചിട്ട് മിനിറ്റ് ആൻഡും മണിക്കൂർ സൂചിയും 0 ഡിഗ്രി എന്താണ് മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഡിഗ്രി മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മിനിറ്റ് ആൻഡ് ഇങ്ങനെ ഉണ്ടെങ്കിൽ മണിക്കൂർ സൂചിയും അവിടെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ 0 ഡിഗ്രി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, നേർരേഖയിൽ എന്ന് പറയാം അല്ലെ. നേർരേഖയിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നേർരേഖയിൽ ഒരേ ദിശയിൽ നിന്ന് കൂടെ നമ്മൾ പറയണം. ഓക്കെ, നേർരേഖയിൽ ഒരേ ദിശയിൽ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 ഡിഗ്രി എന്ന് പറയുന്നത്. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേർരേഖയിൽ ഒരേ ദിശയിൽ.
നേർരേഖയിൽ ഒരേ ദിശയെ നമ്മൾ എന്ത് പറയുന്നത് 0 ഡിഗ്രി എന്ന് പറഞ്ഞത്. ഇനി അതേസമയം 180 ഡിഗ്രി ആയിരുന്നെങ്കിലോ 180 ഡിഗ്രി ഇതിന് നേരെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, ഇതാണ് 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർരേഖയിൽ തന്നെയാണ് അത്. ഓക്കെ, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. നേർരേഖയിൽ തന്നെയാണ് അത്. എന്താണ് നേർരേഖയിൽ എന്താണ് വിപരീത ദിശയിൽ എന്നായിരിക്കും വരിക. വിപരീത ദിശ. ഓക്കെ, നേർരേഖയിൽ വിപരീത ദിശ. ഇതെന്താ അറിഞ്ഞിരിക്കുക? നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നേർരേഖയിൽ ഒരേ ദിശയെന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ 0 ഡിഗ്രി എന്നായിരിക്കും പറയുന്നത്. ഒന്നുകിൽ 180 ഡിഗ്രിന്നോ അല്ലെങ്കിൽ നേർരേഖയിൽ വിപരീത ദിശയിൽ നിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 8 മണിക്കും 9 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ ഒരേ ദിശയിൽ വരുന്നത്? ഓക്കെ, അപ്പൊ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ്. നിങ്ങൾ നോക്കുക, 8 മണിക്കും 9 മണിക്കും ഇടയിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേ ദിശയിൽ വരണം, നേർരേഖയിൽ ഒരേ ദിശയിൽ വരണം. നിങ്ങൾ നോക്കുക 12. നമുക്ക് പറഞ്ഞ സമയം 8 മണിക്കും 9 മണിക്കും ഇടയിലാണല്ലോ. 8 മണിക്കും 9 മണിക്കും ഇടയിൽ മണിക്കൂർ സൂചി എവിടെയായിരിക്കും? ഈ 8നും 9നും ഇടയിലായിരിക്കും, വേറൊരിടത്തും പോകത്തില്ല അല്ലെ. 8 മണി തുടങ്ങി 9 മണി വരെ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ 8നും 9നും ഇടയിലായിരിക്കും, വേറെ ഒങ്ങോട്ടും പോകത്തില്ല അല്ലെ. അപ്പൊ 8നും 9നും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മണിക്കൂർ സൂചി വരച്ചു. നമുക്ക് പറയുന്നത് ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരണം. നേർരേഖ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ അങ്ങോട്ട് പോവാം, രണ്ടും നേർരേഖയാണ്. ഓക്കെ, നേർരേഖയിൽ ഒരേ ദിശയിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ നേർരേഖയിൽ ഒരു ദിശ എന്താണ്? ഇതേ ദിശയിൽ ഇതിന്റെ നേരെ മുകളിലൂടെ എന്തായിരിക്കും? ഇങ്ങനെ വന്ന് നിൽക്കും. ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയം എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം, 8 മണിക്കും 9 മണിക്കും ഇടയിൽ നമ്മുടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ ദിശയിൽ നേർരേഖയിൽ വരുന്ന സമയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകാനും ഈ ഒരു സമയത്തിനിടയിലാണല്ലോ അല്ലെ. ഈ ഒരു സമയത്തിനിടയിലാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 8 മണി കഴിഞ്ഞുള്ള സമയമാണ് അല്ലെ. 8 മണി കഴിഞ്ഞുള്ള സമയമാണ്, അത് നമുക്കറിയാം. 8 മണി കഴിഞ്ഞിട്ടാണ് ഈ ഒരു സമയം ഉണ്ടാവുന്നത്. 8 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കിയേ. 8 മണി കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയം കഴിഞ്ഞിട്ടാണ് അല്ലെ. ഈ ഒരു സമയം ഇവിടെ നമുക്ക് ഇവിടെ മിനിറ്റ് ഹാൻഡ് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്, ഇവിടെ വരുന്നത്. മിനിറ്റ് ഹാൻഡ് ഇവിടെ വരുമ്പോൾ എന്താ സമയം? നമുക്ക് 8ന് നേരെ വരുമ്പോൾ എന്താ സമയം? 40 മിനിറ്റ്. അപ്പൊ നമുക്ക് പറയാം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് കഴിഞ്ഞുള്ള സമയമാണ് ഇത്. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 40 എടുക്കും. ഓക്കെ, ഈ 40 എടുക്കും. ഈ 40 എടുത്തിട്ട് നമ്മൾ ഒരു ഒറ്റ നമ്പർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. 60 ഡിവൈഡഡ് ബൈ 55. ഈ പറയുന്ന സമയം ഏത് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് നിങ്ങളാണ് നോക്കുന്നത് അല്ലെ. ഏത് സമയം കഴിഞ്ഞിട്ടാണോ വരുന്നത് ആ സമയം എടുക്കും. 40 മിനിറ്റ്. 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത്. 45 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലോ, അതിന് മുന്നേ അല്ലേ വരുന്നത്. 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സമയം വരുമ്പോൾ 40 ഗുണം 60 ബൈ 55. ഇവിടെ ചെയ്യുമ്പോൾ നോക്കിയാൽ 40ഉം 55 വെട്ടിപ്പോ എത്രയാണ്? 5 11 55, 4 8 40. അപ്പൊ 8 ഗുണം 6 എത്രയാണ്? 6 48. 480 ബൈ എത്ര വരും? 11 വരും. 480 ബൈ 11 നമുക്ക് എങ്ങനെ ചെയ്യാം? 480 ഡിവൈഡ് ബൈ 11 ഇപ്പം 4 പ്രാവശ്യം 44, ബാക്കി എത്ര വരും? 4 വരും, 0 വരും. 3 പ്രാവശ്യം 33, ബാക്കി എത്ര വരും? 7 വരും. ഓക്കെ, അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് 43ഉം 7 ബൈ 11 മിനിറ്റിലായിരിക്കും എന്ത് ചെയ്യുക? ഈ പറയുന്ന സംഭവം നടക്കുക. അതായത് 8നും 9നും ഇടയിൽ അവർ പരസ്പരം മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ എന്താണ് 0 ഡിഗ്രിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരേ ദിശയിൽ നേർരേഖയിൽ വരുന്നത് ഏത് സമയത്തായിരിക്കും? 8 മണിക്കൂർ 43 7 ബൈ 11 മിനിറ്റിലാണ്. ഓക്കെ, നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ സമയം ഏതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും 8 മണി കഴിഞ്ഞുള്ള സമയമാണ്, എന്തായാലും 9 മണി ആയിട്ടില്ല. 8 മണി കഴിഞ്ഞുള്ള സമയമാണ്. 8:40 കഴിഞ്ഞ് വരുന്ന സമയമാണ്, കൃത്യമായിട്ടുള്ള സമയം നമ്മൾ എടുക്കുന്നത് കേട്ടോ. 8:40 കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ഈ സമയം വരത്തുള്ളൂ അല്ലെ. അപ്പൊ ആ 40 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 60 ഗുണം 55 ചെയ്യും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ മിനിറ്റിലുള്ള വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. 4 മണിക്കോ 5 മണിക്കോ ഇടയിൽ. ഓക്കെ, ഇതേ സാധനം 4 മണിക്കും 5 മണിക്കും ഇടയിൽ വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 4 മണിക്കും 5 മണിക്കും ഇടയിൽ വരുവാണെന്ന് വെക്കാം. നമുക്കറിയാം 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഇവരെ ഒരേ രേഖയിൽ വരണമെന്നാണ് പറയുന്നത്. അപ്പൊ 4 മണിക്കും 5 മണിക്കും ഇടയിൽ എന്തായിരിക്കും? മണിക്കൂർ സൂചി എന്തായാലും 4 മണിക്കും 5 മണിക്കും എന്താണ്? ഇടയിലായിരിക്കും. 4നും 5നും ഇടയിലായിരിക്കും വരിക. മിനിറ്റ് സൂചി നേർരേഖയിൽ ഒരേ ദിശയിൽ വരണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും വരിക. ഈ സമയമാണ് ചോദ്യം. ഓക്കെ, ഈ സമയമാണ് ചോദ്യം. നിങ്ങൾ നോക്കിയേ, ഈ സമയം എന്തായിരിക്കും? 4 മണി കഴിഞ്ഞുള്ള സമയമായിരിക്കും എന്താ അല്ലേ. അപ്പം 4 മണി 4 hour. 4 മണി കഴിഞ്ഞുള്ള സമയമായിരിക്കും. ഏത് സമയം കഴിഞ്ഞിട്ട് വരുന്നത് നോക്കിയേ? 4:20 കഴിഞ്ഞിട്ടുള്ള സമയമല്ലേ. ഇത് 5, ഇത് 10, ഇത് 15, 20 അല്ലെ. 4 എന്ന് പറഞ്ഞ സമയത്തിന് നേരെ, ഇപ്പൊ ഈ ഒരു സമയത്തിന് നേരെ ആയിരുന്നെങ്കിൽ അതെന്താണ്? 20 മിനിറ്റ് ആയിരുന്നു. ആ 20 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന സമയമല്ലേ ഇത്? 25 അല്ലല്ലോ, 25 മുന്നേ അല്ലേ വരുന്നത്. ഈ 20 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന സമയമാണ് നമ്മൾ എന്ത് ചെയ്യും? ആ 20
ഗുണം 60/55. ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ I4 20, ഇത് 11 പ്രാവശ്യം. 4 ഗുണം 6 എത്രയാണ്? 240 എന്ന് വരും. 240, 6 4 20, 240. 240 ഡിവൈഡഡ് ബൈ എത്ര വരും? 11 വരും. 2 കൊണ്ട് 2 പ്രാവശ്യം 22, ബാക്കി എത്ര വരും? 2 0. ഒരു പ്രാവശ്യം 11, ബാക്കി എത്ര വരും? 9 വരും അല്ലേ? അപ്പൊ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എഴുതാ? അപ്പം 4 മണിക്കൂറും 21 9/11 മിനിറ്റ് കഴിയുമ്പോഴാണ് എന്താവുന്നത്? ഈ പറയുന്ന രണ്ട് സൂചികൾ എന്ത് ചെയ്യുന്നത്? നേർരേഖയിൽ ഒരേ ദിശയിൽ വരുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നേർരേഖയിൽ എതിർദിശയിൽ വരുമ്പോഴായാലും ചെയ്യുന്നത്, 90 ഡിഗ്രി ആയാലും ചെയ്യുന്നത്. നമുക്ക് ആ രണ്ട് ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേർരേഖയിൽ എതിർ ദിശയിൽ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേർരേഖയിൽ ഒരേ ദിശയിൽ വരുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നേർരേഖയിൽ എതിർ ദിശയിൽ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 8 മണിക്കും 9 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർ ദിശയിൽ നേർരേഖയിൽ വരുന്നത്? അപ്പൊ 8 മണിക്കും 9 മണിക്കും ഇടയിൽ നമുക്ക് മണിക്കൂർ സൂചി എവിടെയാണെന്ന് നമുക്ക് അറിയാമല്ലോ. എവിടെയായിരിക്കും? 8നും 9നും നേരെ ഇടയിലായിരിക്കും. ഓക്കെ, 8നും 9നും നേരെ ഇടയിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എന്ത് ചെയ്യുക? ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇവർ നേർരേഖയിൽ എതിർദിശ വരണം. അപ്പൊ നേർരേഖ തന്നെ ഇങ്ങോട്ടും ആകാം അങ്ങോട്ടും ആകാം. എതിർദിശ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സൈഡിലോട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു റഫായിട്ടായിരിക്കും വരയ്ക്കുക. അപ്പൊ നമുക്ക് നേർരേഖയിൽ എതിർദിശ വേണം. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, 9ഉം 3ഉം എന്താണ്? നേർരേഖയിലാണ് വരുന്നത്. അപ്പം 8 9 പറഞ്ഞെങ്കിൽ നമുക്ക് എന്തായിരിക്കും? 8നും 9നും ഇടയിൽ പറഞ്ഞെങ്കിൽ എങ്ങനെയായിരിക്കും? 2നും 3നും ഇടയിലായിരിക്കും എന്ത് ചെയ്യുക? ഈ നേർരേഖ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യുക? ഇങ്ങനെ ആയിരിക്കും വരിക മിനിറ്റ് സൂചി. ഇതാണ് എന്താണ്? നേർരേഖയിൽ എതിർദിശ. നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ 2നും നേരെ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. 9ഉം 3ഉം നേരെയാണെന്ന് അറിയാം. അടുത്ത 8നും 9നും ഇടയിൽ പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇങ്ങോട്ടും മുകളോട്ട് ഇങ്ങനെ ചരിഞ്ഞ് പോകും അല്ലെ? ഇങ്ങനെ ചരിഞ്ഞ് നമുക്ക് എന്താണ്? കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 8നും 9നും ഇടയിൽ ഈ പറയുന്ന പോലെ നേർരേഖയിൽ എതിർദിശയിൽ വന്നാൽ അത് ഏത് സമയത്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിന് ഒരു മാറ്റവും ഇല്ല. നമുക്കറിയാം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്തായാലും 8 മണി കഴിഞ്ഞിട്ടുള്ളതായിരിക്കും അല്ലെ? 8 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണെന്ന് നമുക്കറിയാം. ഇനി അതുകൂടാതെ നമ്മൾ നോക്കിയേ 8:10 കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും അല്ലെ? കാരണം എന്താണ്? ഈ 2 കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് മിനിറ്റ് സൂചി. മിനിറ്റ് സൂചി എവിടെയാണെന്ന് നോക്കണം. മണിക്കൂർ സൂചി അല്ല, മിനിറ്റ് സൂചി എവിടെയാണ്? ഈ 10നും 15നും ഇടയിൽ നിൽക്കുന്നത്. അതായത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതായത് 8:10 കഴിഞ്ഞിട്ടുള്ള സമയമാണ്. നമ്മൾ എന്ത് ചെയ്യും? 10 ഗുണം 60/55 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് 2, ഇത് 55 അവധി 11. 6 ഗുണം 60 ഗുണം 20 എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ 11. ഒരു പ്രാവശ്യം 11, ബാക്കി 1, 0 ഇറക്കി പോകത്തില്ല, 0 ഇറക്കി കഴിഞ്ഞു തീർന്നു അല്ലേ? എത്ര വരും? 8 hour 10/11 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, ചെയ്യുന്ന മെത്തേഡിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ സമയം മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഒരേ നേർരേഖയിൽ ഒരേ ദിശയിലായിരുന്നപ്പോൾ മിനിറ്റ് ഹാൻഡ് ഇവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് 8:40 ശേഷം നമ്മൾ പറഞ്ഞത്. ഓപ്പോസിറ്റ് ആയപ്പോൾ മിനിറ്റ് ഹാൻഡ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് 8:10 ശേഷം എന്നുള്ളത് ആ 10 എടുത്ത് നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി വരുന്ന ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഓക്കെ, 90 ഡിഗ്രി വരുന്ന ക്വസ്റ്റൻ ഇതാണ്. 4നും 5നും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആകുന്നത് ഏതൊക്കെ സമയത്താണ്? ഓക്കെ, ശ്രദ്ധിക്കുക, ഏതൊക്കെ സമയത്താണ്? 4നും 5നും ഇടയിൽ അല്ലെ? 4നും 5നും ഇടയിൽ നമുക്കറിയാം എന്തായാലും മണിക്കൂർ സൂചി എവിടെയായിരിക്കും? 4നും 5നും ഇടയിലായിരിക്കും. ഇങ്ങനെ ആയിരിക്കും, 4നും 5നും ഇടയിലായിരിക്കും നിൽക്കുക. ഓക്കെ, ഈ പറയുന്ന മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കണം. 90 ഡിഗ്രി അല്ല ഉണ്ടാക്കണം. അപ്പം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഏതൊക്കെ സമയത്ത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ഏതൊക്കെ സമയത്ത് എന്താണ്? ഒന്നിൽ കൂടുതൽ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി 90 ഡിഗ്രിയുടെ കേസ് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ലൈന് 90 ഡിഗ്രി തന്നെ എങ്ങോട്ട് വരാം? ഇങ്ങോട്ടും വരാം, ഇങ്ങോട്ടും വരാം അല്ലെ? ഈ രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യാം? ഈ ലൈൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ മണിക്കൂർ സൂചി എന്ത് ചെയ്യാം? നമുക്ക് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കാം. ഓക്കെ, ഈ സൈഡിലാണെങ്കിൽ എങ്ങോട്ട് വരും നോക്കാം. അതെങ്ങനെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 12 3 എന്താണ്? 90 ഡിഗ്രി ആംഗിൾ അല്ലേ വരുന്നത്? 12 3 90 ഡിഗ്രി അല്ലേ? അപ്പൊ 1ഉം 4ഉം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 4നും 5നും ഇടയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1നും 2നും ഇടയിലായിരിക്കും. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് 90 ഡിഗ്രി. നമ്മൾ വെറുതെ ഡയറക്റ്റ് 90 ഡിഗ്രി ചിലപ്പോൾ നോക്കാം, കറക്റ്റ് ആയിട്ട് ആൻസർ വരണമെന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇനി ഈ സൈഡിലോട്ട് വരണം. ഈ സൈഡിലോട്ട് എങ്ങനെ നോക്കാം? 9ഉം 6ഉം 90 ഡിഗ്രിയാണ് അല്ലെ? 9ഉം 6ഉം 90 ഡിഗ്രിയാണ്. അങ്ങനെ 8ഉം 5ഉം എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പം 5നും 4നും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 8നും 7നും ഇടയിലായിരിക്കും. ഓക്കെ, 8നും 7നും ഇടയിലായിരിക്കും അടുത്ത 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, മനസ്സിലായോ? രണ്ട് സമയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് സമയത്തിൽ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ആ രണ്ട് സമയം കണ്ടുപിടിക്കുക. അതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? രണ്ട് സമയം ഇവിടെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം രണ്ട് സമയം ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും 4 മണി കഴിഞ്ഞുള്ള സമയമാണെന്ന് അറിയാം അല്ലെ? 4 മണി കഴിഞ്ഞുള്ള സമയം എന്നറിയാം. ആദ്യത്തെ സമയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 4 മണി കഴിഞ്ഞ്
5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അല്ലെ, 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5 ഗുണം 60/55 വെട്ടിപ്പോ എത്ര വരും? വെട്ടിപ്പോ ഇത് 11 വരും. 60/11 എന്താണ്? 5 പ്രാവശ്യം 5ഉം 5/11 നമുക്ക് കിട്ടും. ആദ്യത്തെ സമയം ഇതാണ്. രണ്ടാം സമയം എവിടെയാണ്? ഇവിടെയാണ് അല്ലെ, രണ്ടാം സമയം ഇവിടെയാണ്. അത് 4 മണി കഴിഞ്ഞിട്ട് തന്നെയാണ് അതും അല്ലെ, 4 മണി കഴിഞ്ഞിട്ട് തന്നെയാണ്. ഏത് സമയം കഴിഞ്ഞിട്ടാ? 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ 35 ഗുണം എന്ത് ചെയ്യുക? 60/55. അതിനൊരു മാറ്റവും ഇല്ല, ആ നമ്പറിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. I7 35, I11 55, 6 7 42, 420 എന്ത് വരും? 11 വരും. 4 കൊണ്ടല്ല പോലെ 3 കൊണ്ടേ പോകത്തുള്ളൂ അല്ലെ, 3 കൊണ്ടാകുമ്പോൾ 33, ബാക്കി എത്ര വരും? 9 വരും, 90. അപ്പൊ 8 കൊണ്ട് 88, ബാക്കി എത്ര വരും? 2 വരും. അപ്പൊ എന്ത് കിട്ടും? 4 മണിക്കൂർ 38ഉം 2/11 മിനിറ്റും നമുക്ക് എന്ത് കിട്ടും? ആൻസർ. അങ്ങനെ 2 ആൻസർ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് അളവ് കണ്ടുപിടിക്കാനായാലും നിങ്ങൾ ആ സമയം മനസ്സിലാക്കുക. ആ ഏത് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് നോക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 60/55 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി എക്സാമിന് നമുക്ക് ഡയറക്റ്റ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് കാണാൻ പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നമുക്ക് എന്താണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 0 ഡിഗ്രി കോണളവ് ഉണ്ടാക്കും? ഓക്കെ, ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ എത്ര സമയം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എന്ത് ചെയ്യുന്നു? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എന്താണ്? 0 ഡിഗ്രി കോണളാവുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതനുസരിച്ചാണ് നമുക്കറിയാം 12-നും 1-നും ഇടയ്ക്ക് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. 1-നും 2-നും ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. 2-നും 3-നും ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 12 മണിക്കൂറിൽ എത്ര പ്രാവശ്യം ഉണ്ടാക്കും? 12 മണിക്കൂർ ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഒരേ ദിശയിൽ അല്ലെങ്കിൽ 0 ഡിഗ്രി വരുന്ന സമയത്തുള്ള കൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈ ഓരോ സമയത്തിനിടയിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവർ മേക്ക് ചെയ്യുന്നു അല്ലെ. ഇവർക്കിടയിൽ ഇവിടെ വരും, ഇവർക്കിടയിൽ ഇവിടെ വരും, ഇവർക്കിടയിൽ ഇവിടെ വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ 0 ഡിഗ്രി ഇങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. മിനിറ്റ് ആൻഡും അവർ ആൻഡും ഇങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കുറവായിരിക്കും. ഓക്കെ, അതായത് 12 മണിക്കൂറിൽ എത്ര മാത്രമേ വരുന്നുള്ളൂ? 11 പ്രാവശ്യം മാത്രമേ എന്തുള്ളൂ? മേക്ക് ചെയ്യുന്നുള്ളൂ. അതിന് എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ അല്ല, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-നും 12-നും ഇടയിലും 12-നും 1-നും ഇടയിലും ഒരൊറ്റ പ്രാവശ്യം എന്ത് ചെയ്യത്തുള്ളൂ? അത് നേർരേഖയിൽ വരത്തുള്ളൂ. നേർരേഖയിൽ ഒരേ ദിശയിൽ വരത്തുള്ളൂ. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ 11-നും 12 മണിക്കും ഇടയ്ക്കാണെങ്കിലും 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിലും അത് ഏത് സമയത്താണ് അത് മീറ്റ് ചെയ്യുന്നത്? 12 മണിക്കാണ്. ഈ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അടുത്തത് ഇവിടെ വരത്തുള്ളൂ, ഇവിടെ വരത്തുള്ളൂ. ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, 11-നും 12-നും ഇടയ്ക്കായാലും ഇവിടെയാണ് വരുന്നത്. 12-നും 1 മണിക്ക് ഇടയ്ക്കുള്ള സമയം എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഇവിടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവര് പരസ്പരം മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ 0 ഡിഗ്രി ഉണ്ടാക്കുന്നത്. അപ്പൊ 0 ഡിഗ്രി ഉണ്ടാക്കുന്നത് എത്ര പ്രാവശ്യം ഉണ്ടാകുന്നുള്ളൂ? 12 മണിക്കൂറിൽ 11 സമയമാണെങ്കിൽ 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ എത്രയായിരിക്കും? 22 പ്രാവശ്യമായിരിക്കും. 22 ടൈംസ് ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ചോദിക്കുന്നത് 0 ഡിഗ്രി ഉണ്ടാക്കുന്ന കൺസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ്? ഒരു ദിവസത്തിൽ 22 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് 0 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റൻ നോക്കിയേ: ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ഓക്കെ, നോർമലി നമ്മൾ ഈ നേർരേഖ കാണുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എപ്പോഴും നമ്മൾ നേർരേഖ കാണുമ്പോൾ നേർരേഖ ഓക്കെ 0 ഡിഗ്രി ഉണ്ടാക്കുന്നു. 0 ഡിഗ്രി ഉണ്ടാക്കുന്നതിന് എത്ര പ്രാവശ്യമാണ്? 22 പ്രാവശ്യമാണ്. 22 ആദ്യ ഓപ്ഷനായിട്ട് തന്നെ കിടപ്പുണ്ടായിരിക്കും. നമ്മൾ അതെന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യും. നേർരേഖയിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നേർരേഖ നമ്മൾ പറഞ്ഞു. നേർരേഖയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതി വരാം. എങ്ങനെയൊക്കെ വരാം? ഒരേ ദിശ, ഓക്കെ, ഒരേ ദിശയാകാം, അല്ലെങ്കിൽ എങ്ങനെയാകാം? എതിർ ദിശയാകാം, ഓപ്പോസിറ്റ് ദിശയാകാം, വിപരീത ദിശയാകാം. ഒരേ ദിശയുമാകാം, എതിർ ദിശയിലുമാകാം. ഈ 2 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നേർരേഖയിൽ വരുന്നുണ്ട്. ഒരേ ദിശ അഥവാ 0 ഡിഗ്രി നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. 0 ഡിഗ്രിയിൽ ഒരു ദിവസം എത്ര സമയം ഉണ്ടാക്കുന്നുണ്ട്? എത്ര പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട്? 22 പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട്. എതിർ ദിശയിലാണെങ്കിൽ 180 ഡിഗ്രിയിലാണ്, അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എത്ര പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട്? 22 പ്രാവശ്യം. അവിടുത്തെ കേസ് വരുമ്പോൾ 5-നും 6-നും ഇടയിലും 6-നും 7-നും ഇടയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 180 ഡിഗ്രിയുടെ എന്ത് ചെയ്യുന്നത്? ഒരെണ്ണം കുറഞ്ഞു വരുന്നത് കേട്ടോ. 5-നും 6-നും ഇടയിലും 6-നും 7-നും ഇടയിലും ഒരൊറ്റ പ്രാവശ്യം എന്ത് ചെയ്തുള്ളൂ? അത് എതിർ ദിശ വരുന്നത്. അതായത് 6 മണിക്ക് 5-നും 6-നും ഇടയിലായാലും 6-നും 7-നും ഇടയ്ക്കായാലും 6 മണിക്കാണ് എന്ത് ചെയ്യുന്നത്? അവര് നേർരേഖയിൽ ഒരേ ദിശ വരുന്നത്. അപ്പൊ അവിടുത്തെ 2 എണ്ണത്തിന് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 12 മണിക്കൂറിൽ 11 പ്രാവശ്യമേ ഉള്ളൂ, 24 മണിക്കൂറിൽ 22 പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 22 വരുന്നത്. അങ്ങനെ മൊത്തം എത്ര വരും നോക്കി? 44 വരും. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്ത് വരും? 44 എന്ന് വരും. അപ്പം നേർരേഖയിൽ നിന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ്? 44 ടൈംസ് ആണ്. ഓക്കെ, 44 ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ദിവസം. അതേസമയം നേർരേഖയിൽ ഒരേ ദിശയിൽ നിന്ന് ചോദിച്ചാലോ 22 പ്രാവശ്യം, നേർരേഖയിൽ എതിർ ദിശയിൽ നിന്ന് ചോദിച്ചാലോ 22 പ്രാവശ്യം.
ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രി കോണളവ് ഉണ്ടാക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു മണിക്കൂറിൽ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രി കോണളവ് ഉണ്ടാക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആൻസർ പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആൻസർ പഠിച്ചു വെച്ചാൽ മതി. എങ്കിലും ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഒരു മണിക്കൂറിൽ 2 പ്രാവശ്യം എന്തുണ്ടാക്കുന്നുണ്ട്, 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞു 4-നും 5-നും ഇവിടെ ഉണ്ടാക്കി അല്ലെ, 90 ഡിഗ്രി 2 പ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പം നോർമൽ കൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ 12 മണിക്കൂറിൽ എത്ര പ്രാവശ്യം ഉണ്ടാകണം, 24 പ്രാവശ്യം ഉണ്ടാകണം. 12 അവേഴ്സിൽ 24 പ്രാവശ്യം എന്ത് ചെയ്യണമായിരുന്നു, നമ്മുടെ 90 ഡിഗ്രി ഉണ്ടാകണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 24 മണിക്കൂറിൽ 48 ആകുമായിരുന്നു. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഇതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്. 12 മണിക്കൂറിൽ 24 ടൈംസ് ഉണ്ടാക്കേണ്ട അടുത്ത് നമുക്ക് 24 ടൈംസ് അല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. എവിടെയാണ് സംഭവം എന്ന് പറഞ്ഞുതരാം. 2 മണിക്കും 3 മണിക്കും ഇടയിൽ മൊത്തത്തിൽ എത്ര വരണം, 4 പ്രാവശ്യം ഉണ്ടാക്കണ്ടേ. 2 മണിക്കും 3 മണിക്കും ഇടയിൽ, 3 മണിക്കും 4 മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ 2 പ്രാവശ്യം, 3 മണിക്കും 4 മണിക്കും ഇടയിൽ 2 പ്രാവശ്യം എന്ന് പറഞ്ഞ് ഉണ്ടാക്കണ്ടേ. അങ്ങനെയല്ല ഇവിടെ ഉണ്ടാക്കുന്നത്. 2 മണിക്കും 3 മണിക്കും ഇടയിലും 3 മണിക്കും 4 മണിക്കും ഇടയിലും മൊത്തത്തിൽ അവിടെ എത്തുന്ന 3 പ്രാവശ്യം ഉണ്ടാക്കത്തുള്ളൂ. 4 ഉണ്ടാക്കേണ്ടടുത്ത് അവിടെ എന്തേ ഉണ്ടാക്കുന്നുള്ളൂ, 3 പ്രാവശ്യം. അതുപോലെ തന്നെ 8-നും 9-നും ഇടയിലും 9-നും 10-നും ഇടയിലും 4 പ്രാവശ്യം ഉണ്ടാക്കണം. ഓക്കെ, 4 ആംഗിൾ 4 പ്രാവശ്യം 90 ഡിഗ്രി ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, 3 പ്രാവശ്യം ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമയം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്, അല്ലെ ഒരെണ്ണം വെച്ച് കുറയുന്നുണ്ട്. അതുകൊണ്ട് 12 അവേഴ്സിൽ എന്താണ് 22 ടൈംസ് ആണ് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. അപ്പൊ 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ദിവസത്തിൽ എത്രയായിരിക്കും, 44 ടൈംസ് ആയിരിക്കും. 44 ടൈംസ് ആയിരിക്കും. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ഞാൻ കാണാൻ പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനോട് പോകാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്. ഒരു ക്ലോക്കിൽ 7 മണി അടിക്കുവാൻ 7 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഒരു ക്ലോക്കിൽ 7 മണി അടിക്കുവാൻ 7 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ 10 മണി അടിക്കുവാൻ എത്ര സമയം എടുക്കും. ഓക്കെ, 7 മണി അടിക്കാൻ 7 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കുന്നതാണ്. നോർമലി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്, 10 സെക്കൻഡ് എന്നായിരിക്കും അല്ലെ. അത് ഉത്തരം തെറ്റാണ്. ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു ക്ലോക്കിൽ 7 മണി അടിക്കുവാൻ 7 സെക്കൻഡ്. എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത് പെൻഡുലം ക്ലോക്ക് ഉണ്ടല്ലോ, പെൻഡുലം ക്ലോക്ക്. അപ്പോൾ നമുക്ക് 7 മണിയാണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, ടിങ് 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 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഓരോ സമയം നമുക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 7 പ്രാവശ്യം നമുക്ക് എന്തായിരിക്കും, 7 മണിയാണെന്ന് കാണിക്കാം. 8 മണിയാണെങ്കിൽ 8 പ്രാവശ്യം നമ്മൾ എന്താണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന സമയമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു 7 മണിയാകുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഒരു ബെല്ല് കേൾക്കും, പിന്നെ അടുത്ത 2ാമത്തെ ബെല്ല് കേൾക്കും, പിന്നെ 3ാമത്തെ ബെല്ല് കേൾക്കും, 4ാമത്തെ ബെല്ല് കേൾക്കും, 5, 6, 7 ബെല്ല് കേൾക്കും അല്ലെ. 7 മണി അടിക്കുമ്പോഴത്തേക്കും 7 സെക്കൻഡാണ്. എപ്പോഴാണ് നമുക്ക് സമയം വേണ്ടത്, ബെല്ലടിക്കാൻ എന്തിനാ സമയം, ടിങ് കഴിഞ്ഞു. ബെല്ലടിക്കാൻ സമയം വേണ്ട. എന്തിനാ സമയം വേണ്ടത്, ഒരു ബെല്ലടിച്ച് അടുത്ത ബെല്ലടിക്കാനുള്ള സമയം അല്ലെ, ആ ഒരു ഇന്റർവെല്ലാണ് നമുക്ക് എന്തെന്ന് സമയം വേണ്ടത്. ഈ ഇന്റർവെല്ലാണ് നമുക്ക് സമയം വേണ്ടത്. അപ്പൊ 2 മണി അടിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഇന്റർവെൽ ഉണ്ടാകുന്നു. 3 മണി അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, 2 ഇന്റർവെൽ ഉണ്ടാകുന്നുണ്ട്. 4 മണി അടിക്കുമ്പോൾ എന്താണ്, 3 ഇന്റർവെൽ. അങ്ങനെ 7 മണി അടിക്കുമ്പോൾ എത്രയായിരിക്കും, 6 ഇന്റർവെൽ ഉണ്ടായിരിക്കും അല്ലെ. 7 മണി അടിക്കുവാൻ 6 ഇന്റർവെൽ ഉണ്ടായിരിക്കും. ഈ 6 ഇന്റർവെൽ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്, 7 സെക്കൻഡ്. 6 ഇന്റർവെലിനാണ് എന്ത് ചെയ്യുന്നത്, 7 സെക്കൻഡ് എടുക്കുന്നത്. ഓക്കെ, 7 സെക്കൻഡ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, 10 മണി അടിക്കാനാണ്. അപ്പൊ നമുക്ക് നോക്കാം, 7 മണി അടിക്കാൻ 6 ഇന്റർവെൽ ആണെങ്കിൽ 10 മണി അടിക്കാൻ എത്ര ഇന്റർവെൽ ആയിരിക്കും, 10 മണി അടിക്കാൻ എത്രയായിരിക്കും, 9 ഇന്റർവെൽ ആയിരിക്കും അല്ലെ. 10 മണി അടിക്കാൻ 9 ഇന്റർവെൽ ആയിരിക്കും. അപ്പൊ നമുക്ക് 6 ഇന്റർവെലിന് 7 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഇന്റർവെലിന് എത്ര സെക്കൻഡ് ആയിരിക്കും നമുക്കറിയാം, 7/6 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 9 ഇന്റർവെലിന് എത്രയായിരിക്കും, 9 ഇന്റർവെൽ നമ്മൾ ഇന്റർവെലിന്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ. 7/6 ഗുണം എന്താണ് 9, എത്ര കിട്ടും, 3 ഉണ്ട്, 3 9, 23 6, 21/2 എന്ന് കിട്ടും. എത്രയാണ്, 10.5 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഇത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും പ്രശ്നം വെച്ചാൽ 7 മണി അടിക്കാൻ 7 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് 10 മണി അടിക്കാൻ 10 സെക്കൻഡ് എഴുതി വെക്കുന്നവർ പലരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്ലോക്കിനകത്ത് പഠിക്കാനുള്ളത് ക്ലോക്കിന്റെ മിറർ ഇമേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിലോട്ട് പോവാം. അടുത്ത് നോക്കുന്നത് ക്ലോക്കിന്റെ മിറർ ഇമേജ് ക്വസ്റ്റ്യൻ ആണ്. പ്രതിബിംബം എന്നുള്ള കോൺസെപ്റ്റ്, ക്ലോക്കിന്റെ സമയവും പ്രതിബിംബം എന്ന് പറഞ്ഞ ടോപ്പിക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണ് മിറർ ഇമേജ് അഥവാ പ്രതിബിംബം എന്നുള്ളത് കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ ഒരു ഫിഗർ ഞാൻ വരയ്ക്കുകയാണ്, ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ഫിഗർ വരച്ചു. ഈ ഫിഗറിന്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, മിറർ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലോ
റൈറ്റ് സൈഡിലോ ഒരു മിറർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമേജിനെയാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ സൈഡിൽ ഇങ്ങനെ ഒരു മിറർ വെക്കുവാണെങ്കിൽ നമ്മൾ ഈ മിററിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഇമേജ് കാണുന്നു, ഒരു പ്രതിബിംബം നമ്മൾ കാണുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിറർ ഇമേജ് എന്ന് പറയുന്നത്. ആ പ്രതിബിംബം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അതെന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു മിറർ ഇമേജ് കൺസെപ്റ്റിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റിലോട്ടും പോകും. ഇതാണ് മിറർ ഇമേജിന്റെ കൺസെപ്റ്റ്. ഓക്കെ, മിറർ ഇമേജിന്റെ കൺസെപ്റ്റിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റിലോട്ടും പോകും. മുകളിലുള്ള താഴിലൊന്നും മാറ്റമൊന്നും വരത്തില്ല. ഓക്കെ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ലെഫ്റ്റിലുള്ളത് റൈറ്റിലോട്ടും റൈറ്റിലുള്ളത് ലെഫ്റ്റിലോട്ടും പോകും. അപ്പൊ ഇവിടുത്തെ മിറർ ഇമേജ് വരുമ്പോൾ എങ്ങനെയാണെന്ന് ആലോചിക്കുക നിങ്ങൾ, ഇതിനൊരു മാറ്റം വരത്തില്ല, ഇതിങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുക, ഈ ലെഫ്റ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ റൈറ്റ് സൈഡിലുള്ള നമുക്ക് എന്താണ്, ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് പോകും, ഇവിടെ എന്ത് വരും, ഇവിടെ 0 വരും, ഇവിടെ എന്താണ് ട്രയാങ്കിൾ വരും. ഓക്കെ, അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമുക്ക് എന്താണ്, ഈ റൈറ്റ് സൈഡിലോട്ട് പോകും, ഇവിടെ വരുമ്പോഴത്തേക്കും. ഓക്കെ, ഇവിടെ ഇപ്പം ഇങ്ങനെ വരും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിറർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലോക്കിന്റെ കൺസെപ്റ്റ് വരുമ്പോഴും എന്ത് ചെയ്യണം, മിറർ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോക്കില് 3 മണി എന്നൊരു സമയം വെച്ചിരിക്കുന്നു നോക്കാം. ഓക്കെ, 3 മണി ഒരു സമയം, ഇതിന്റെ പ്രതിബിംബം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ടൈം ആക്ച്വലി നിങ്ങൾ നോക്കേണ്ടതില്ല, നമ്പർ നിങ്ങൾ നോക്കേണ്ട ആവശ്യം. നമ്പറിന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇപ്പൊ നമ്മുടെ എന്താ നമ്പറിന് പകരം നമുക്ക് ലൈൻസ് വരുന്ന രീതിയിലുള്ള ഇതുണ്ടല്ലോ, ക്ലോക്സ് ഉണ്ടല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലൈൻസ് വരുമ്പോൾ ഇങ്ങനെ 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 വരത്തുള്ളൂ, ജസ്റ്റ് ലൈൻസ് മാത്രം. അത് നമ്മൾ നോർമൽ നോക്കുമ്പോൾ എന്താണ്, ഇത് 3 മണി എന്നല്ലേ നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ പ്രതിബിംബത്തിൽ വരുമ്പോൾ, അതായത് മിറർ ഇമേജ് വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എന്താ നമ്മൾ പറഞ്ഞത്, ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലോടും റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലോടും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇനി ഇത് ലൈൻസ് അല്ല, ഈ ലൈൻസ് മാത്രമല്ല ഇവിടെ ഇങ്ങനെയുള്ള അല്ലെ. അപ്പൊ നമുക്ക് ഈ ലൈൻസ് പുറത്ത് പോകുമ്പോൾ എന്താണ്, അതേപോലെ ലൈൻസ് ആയി കിടക്കും, കുഴപ്പമില്ല, കാര്യമൊക്കെ ഉണ്ടല്ല. ഇനി നമുക്കറിയാം, ഈ നേരെ മുകളിലോട്ട് നോക്കിയിരിക്കുന്ന സാധനം എന്ത് ചെയ്യത്തില്ല, ഒരു മാറ്റം വരത്തില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും അല്ലെ. അത് സ്ട്രൈറ്റ് ഉള്ള സാധനമല്ലേ, അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഇനി ഇത് നോക്കിയേ, ഇത് നമ്മൾ എന്താണ്, റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ പോയിക്കാണ് അല്ലെ, റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്തിരിക്കുക. ഇത് മിറർ ഇമേജ് വരപ്പോൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യും, പോയിന്റ് ചെയ്യും. ഈ റൈറ്റ് സൈഡിലോട്ട് പോയിന്റ് ചെയ്യുന്ന സാധനം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇവിടെ വരപ്പോൾ എന്ത് ചെയ്യും, അത് ലെഫ്റ്റ് സൈഡിലോട്ട് പോയിന്റ് ചെയ്യും. അപ്പൊ ഇത് 3 മണിയാണെങ്കിൽ നമ്മൾ ക്ലോക്കിൽ കാണുമ്പോൾ എന്ത് മണി, എത്ര സമയം നമുക്ക് തോന്നുന്നത്, 9 മണി എന്നാണ് തോന്നുന്നത്. ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് ക്ലോക്കിന്റെ മിറർ ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾ വരച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ക്ലോക്കിലെ സമയം 8 മണിയായാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? ഓക്കെ, ഒരു ക്ലോക്കിലെ സമയം 8 മണിയായാൽ, ഒരു ക്ലോക്കിലെ സമയം 8 മണിയാണെങ്കിൽ പ്രതിബിംബത്തിൽ മിറർ ഇമേജിൽ എന്താണ്, ഏത് സമയമാണ് കാണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു സമയം നമ്മൾ ക്ലോക്ക് വരച്ച് 8 മണി വരച്ചിട്ട് അപ്പുറത്തോട്ട് തിരിച്ചു വെക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കൃത്യമായുള്ള ഒരു സമയമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 12ൽ നിന്ന് ഈ സമയം ഒന്ന് കുറയ്ക്കുക. എത്ര കിട്ടും, 12ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ എത്ര വരും, 4 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങളുടെ മിറർ ഇമേജിന്റെ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും, 4 മണി എന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു സമയം തന്നിട്ട് ആ സമയത്തിന്റെ മിറർ ഇമേജ് ചോദിക്കുമ്പോൾ, പ്രതിബിംബം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. കൃത്യമായ സമയമാണ് 8 മണി, 9 മണി, 10 മണി, 11 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, ഇതുപോലുള്ള ഏത് സമയം തന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 12ൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പൊ വേറൊരു നമ്പർ പറയുകയാണ്. ഇപ്പൊ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു എന്താണ്, ഞാൻ 7 മണി പറയുകയാണ്. എന്ത് ചെയ്യുക, 12ൽ നിന്ന് 7 കുറയ്ക്കുക. എത്ര കിട്ടും, 12ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 12 7 5 കിട്ടും. 2 മണിയാണെന്ന് വെക്കുക. എന്ത് ചെയ്യുക, 12ൽ നിന്ന് 2 കുറയ്ക്കുക, എത്ര വരും, 10 മണി വരും. അപ്പൊ നമുക്ക് മിറർ ഇമേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താണ്, പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് തിരിച്ച് ഒറിജിനൽ സമയം ചോദിച്ചാലും, ഒറിജിനൽ സമയം ചോദിച്ചിട്ട് തന്നിട്ട് പ്രതിബിംബത്തിലെ സമയം ചോദിച്ചാലും, കൃത്യമായ സമയമാണെങ്കിൽ 8 മണി 7 മണി എന്ന് കൃത്യമായിട്ട് പറയുന്ന സമയമാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, 12ൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു ക്ലോക്കിന്റെ സമയം അതിന്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ 2:35 ആയാൽ, 2:35 ആയി തോന്നുന്നുവെങ്കിൽ, ഓക്കെ, അതായത് പ്രതിബിംബത്തിലാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് 2:35 ആയി തോന്നുകയാണെങ്കിൽ ക്ലോക്കിന്റെ യഥാർത്ഥ സമയം എന്ത്? ഓക്കെ, ഇവിടെ മിറർ ഇമേജിൽ ഈ സമയമാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഒറിജിനൽ സമയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. തിരിച്ച് ചോദിച്ചാലും മെത്തേഡ് ഒന്ന് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായ സമയം തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 12ൽ നിന്ന് മൈനസ് ചെയ്താണ്. 2 മണി 3 മണി 4 മണി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, 12ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇവിടെയും നമ്മൾ 12ൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ എന്താണ്, മണിക്കൂറിലും മിനിറ്റിലും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ 12നെ നമ്മൾ എന്ത് ചെയ്യും, 11 മണിയും 60 മിനിറ്റ് എന്നും മാറ്റും. അതാണല്ലോ 12 മണി. 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആവുമ്പോഴുള്ള 12 മണി. 11 മണിയും 60 മിനിറ്റും നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സമയം ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. 2ൽ നിന്നും 2:35 എന്ത് ചെയ്യുന്നു, 11:60 നിന്ന് കുറയ്ക്കുന്നു. 60 നിന്ന് 35 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 10 നിന്ന് 5 പോയ 5 ആണ്, 5 നിന്ന് 3 പോയ 2 ആണ്, സിഗൾ ടു, അല്ലെങ്കിൽ ഇത് 11 നിന്ന് 2 പോകുമ്പോൾ എത്രയും 9, 9:25 നമുക്ക് കിട്ടും. ഓക്കെ, വേറൊരു സമയം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എന്താണ്,
4:12 എന്നൊരു സമയം ഉണ്ടെന്ന് നോക്കുക. 4:12 എന്ത് ചെയ്യുക, മണിക്കൂറിൽ മിനിറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 11:60 എടുക്കുക. 12 തന്നെയാണ് കേട്ടോ, 12 മനസ്സിൽ വിചാരിച്ചത് കേട്ടോ, 11:60. 12:60 എടുത്ത് കുറച്ചുള്ള തെറ്റിപ്പോരുത്. 12 എന്ന സമയത്തിനാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്തത്, 11:60 ആക്കിയത്. ഓക്കെ, 4:12 കുറയ്ക്കുക. 10 2 പോയാൽ 8 ആണ്, 5 3 എത്രയാണ്, 4 ആണ്. ഓക്കെ, ഇവിടെ വരും 11:40 എന്താണ്, 7 എന്ന് വരും, 7:48 എന്ന് വരും. 4:12 എന്ന സമയത്തിന്റെ എന്താണ്, 4:12 സമയത്തിന്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 7:48 ആയിരിക്കും. അപ്പൊ ഈ ഒരു രീതി നമുക്ക് എന്താണ്, ഈ സമയത്തിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മിറർ ഇമേജ് എന്നിട്ട് ഒറിജിനൽ ചോദിച്ചാലും ഒറിജിനൽ നിന്ന് മിറർ ഇമേജ് ചോദിച്ചാൽ എന്താണ്, ഇതിൽ നിന്ന് കുറച്ചാൽ മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ട് നമ്പർ ആണെങ്കിൽ എന്താണ്, നമ്മൾ 12 കുറയ്ക്കും. അല്ലാതെ മിനിറ്റിലും അവറിലും സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു രീതി ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ക്ലോക്കിലെ സമയം 12:20 ആയാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? 12:20 ആയാൽ, ഓക്കെ, ഒരു പ്രതിബിംബത്തിൽ അല്ലെങ്കിൽ പ്രതിബിംബത്തിലോ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ സമയം 12:20 ആയാൽ, 12:20 ആയാൽ നമ്മുടെ ഒറിജിനൽ സമയം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒറിജിനൽ സമയം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞു പൂർണ്ണമായ ഒരു സംഖ്യ ആണെങ്കിൽ 12 എന്ന് കുറയ്ക്കാൻ പറഞ്ഞു, മണിക്കൂറിലും മിനിറ്റിലാണെങ്കിൽ 11:60 എന്ന് കുറയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾ നോക്കി, ഇവിടെ 11:60 എന്ന് കുറയ്ക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. കാരണം എന്താ, 12:20 അല്ലേ, കൂടിയ സംഖ്യയല്ലേ, 11-നേക്കാൾ കൂടിയ സംഖ്യയല്ലേ 12. നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ ചോദിച്ചാൽ 24 മണിക്കൂറിന്റെ കൺസെപ്റ്റിലോട്ട് എടുക്കാം. 24, 12 നമുക്ക് എന്ത് ചെയ്യാം, 24 മണിക്കൂർ. നമുക്കറിയാം നമ്മുടെ ട്രെയിൻ ടൈം ഒക്കെ 24 മണിക്കൂറിലാണ് നമുക്കറിയാലോ പറയുന്നത്. അത് 24 മണിക്കൂറിൽ എടുക്കണം. അപ്പൊ ഞാൻ 12 നിന്ന് കുറയ്ക്കുന്ന ആ ഒരു മെത്തേഡ് മാറി 24 നിന്ന് കുറയ്ക്കുകയാണ്. ഇവിടെ എനിക്ക് മണിക്കൂറും ഇതും സെപ്പറേറ്റ് ആയിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, 24 എന്ന് കുറയ്ക്കാൻ പറഞ്ഞാൽ എന്താണ്, 23:60. അതാണ് 24 എന്ന് പറഞ്ഞത് അല്ലെ. 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 മണിക്കൂറും 60 മിനിറ്റും ചേരുന്നതാണ് എന്ത് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അപ്പം 11-നേക്കാൾ വലിയ സംഖ്യയാണ് ഇവിടെ വരുന്നത്. എന്ത് ചെയ്യും, ഈ 23 60 എന്ത് ചെയ്യും, ഞാൻ ഇതിനെ കുറയ്ക്കും. 12 എന്താണ് 20, എത്ര ഇടം നോക്കിയേ, 60 20 40 കിട്ടും. 21 12 3 2 1 1:40 എനിക്ക് എന്ത് കിട്ടും. ഓക്കെ, 1:40 അല്ല 11:40 മാറിപ്പോയി. 11:40 3 2 1 2 1 1 11:40 കിട്ടും. ഓക്കെ, 12:20 എന്താണ് മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 11:40 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ മിറർ ഇമേജ് നമുക്ക് കൺസെപ്റ്റ് നമുക്ക് പറയാനായിട്ട്. നിങ്ങൾ ഇത്രയും മാസം ശ്രദ്ധിക്കാം, പൂർണ്ണമായ ഒരു സംഖ്യയാണ്, പൂർണ്ണമായ ഒരു സമയമാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, 12-ൽ നിന്ന് കുറയ്ക്കുക. അല്ലാതെ മണിക്കൂറും മിനിറ്റിലും അങ്ങനെ തരുന്ന ടൈം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 11:60 എന്ന് കുറയ്ക്കുക. 11:60 എന്ന് കുറയ്ക്കാൻ പറ്റാത്ത വലിയ സംഖ്യയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 23:60 എന്ന് നിങ്ങൾ കുറയ്ക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ മിറർ ഇമേജ് കൺസെപ്റ്റ് നമുക്ക് പറയാനുണ്ട് ക്ലോക്കിന്റെ കേസിൽ. അപ്പം ഇത്രയും ടൈപ്പാണ് നമുക്ക് ക്ലോക്കിൽ മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത്. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ്, 2 ടൈം തന്നിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം തന്നിട്ട് മിനിറ്റ് ആൻഡ് മണിക്കൂർ സൂചിയും തമ്മിലുള്ള എന്താണ് ആംഗിൾ ഡിഫറൻസ് ആണ് കൂടുതലും നമുക്ക് ചോദിച്ചു കാണുന്നത്. അതും അല്ലാണ്ട് നമുക്ക് എന്താണ് മിറർ ഇമേജും ആണ് കൂടുതലും ചോദിച്ചു കാണുന്നത്. ഇതല്ലാണ്ട് നമ്മളൊരു ടൈപ്പ് കൂടെ പഠിച്ചു, എന്താണ് ഒരു പർട്ടിക്കുലർ ടൈമിനിടയിൽ അവരവരെ പരസ്പരം എന്താണ് എതിർദിശയിൽ വരുന്നതോ, നേർരേഖയിൽ എതിർദിശയിൽ വരുന്നതോ, നേർരേഖയിൽ ഒരേ ദിശയിൽ വരുന്നതോ, അല്ലെങ്കിൽ 90 ഡിഗ്രി വരുന്ന ടൈപ്പ് എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കാണാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.